له ولا معين له ولا شبيه له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أيا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بيوم الدين وإن عليكم لحافظين صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم ألا أخبركم بخير أعمالكم وأزكاها عند مليقكم وأرفعها في درجاتكم وخير لكم من إنفاق الذهب والفضة قالوا بلى يا رسول الله قال ذكر الله سبحانه وتعالى صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم يا سيد السادات جئتك قاصدا أرجو رضاك وأغتمه بهماك والله يا خير الخلائق إن
قلبا مشوقا لا يروم سواك صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من ذي العاصي صلاة الله معها تغيته سلام الله إجلال قدرك عاسكا تفخيما صلوا عليه وسلموا تسليما സ്നേഹ ബഹുമാനാദവും നിറഞ്ഞ ആദരണീയനും ബഹുമാന്യനുമായ ഈ മസ്ജിദിന്റെ ഇമാം ബഹുമാന്യനായ മുഹമ്മദ് ഷരീഫ് അഷ്റഫി, പ്രഗൽഭനായ മുദരിസ് ബഹുമാന്യനായ ഹാരിസ് ഇമാമി സഖാഫി, ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഉലമാക്കളെ, ഉമറാക്കളെ, സാന്നിധ്യം കൊണ്ട് വിശിഷ്ടമായി സദസ്സിനെ അതിലേറെ വരിഷ്ഠവും വൈശിഷ്ട്യവുമാക്കിയ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. അതിരട്ട ദയാപരനും അത്യുദാരനും അതുല്യനും അദൃശ്യനും അനുഗ്രഹദാതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ ഒഴിഞ്ഞു മാറി അല്ലാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വടികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ മജ്‌ലിസ് ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാരും എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചന കമലത്തെ ദർശിക്കുകയും ആ പുണ്യകരങ്ങളിൽ സ്പർശിക്കുകയും ആ പുണ്യ സമീപത്തെ സാമീപ്യത്തെ ആഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്ത് മദീനയുടെ നറുനിലാവിന്റെ പുണ്യം ഈ മലയാള മണ്ണിലേക്ക് കൈപകർന്നു തന്ന ബഹുമാനപ്പെട്ട റാഫി ഇബ്നു ഹബീബ് സഹാബത്ത് റസൂലില്ലാഹ് അസ്ഹാബുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപാവനമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പുണ്യമണ്ണിലെ ഉദയാസ്തമന ഉറൂസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു വരുന്ന മതപ്രഭാഷണ വിധിയുടെ ഒരു വേദിയിലാണ് നാം നിലനിൽക്കുന്നത്. വളരെയേറെ വൈകി തുടങ്ങുന്ന ഈ സദസ്സിൽ
കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഒരു ആമുഖത്തിന്റെ ആവർത്തന വിരസതയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കാതെ ഖുർആൻ മനുഷ്യനോട് എന്ന ശീർഷകത്തിന്റെ കീഴിൽ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അവിടെ കസേര ഇടേണ്ട ആളുകളെ നിലത്തോട്ട് ഇരിക്കുന്നു, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ചാളുകളുടെ കസേര ഇട്ട ഒത്തിരി ആളുകൾ ഇരിക്കില്ല, ബാക്കി പുറകിലുള്ളവരൊക്കെ മണ്ടന്മാരും. എല്ലാവരും ഈ ക്യാമറ വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്തോട്ട് ഇരുന്നോളി. പരമാവധി ഉള്ള പരിമിതമായ സൗകര്യത്തിൽ എല്ലാവരും സഹകരിക്കും. ഇതിലെല്ലാ വഴിയിലൂടെ കടത്തി അപ്പുറത്തെ വഴി സദസ്സ് ഫുള്ളാവാൻ ഒത്തിരി സമയമെടുത്ത പ്രസംഗം തുടങ്ങാനും വൈകും. പക്ഷെ എത്ര വൈകി തുടങ്ങിയാലും കൃത്യമായി അവസാനിക്കും. അള്ളാഹു നമ്മുടെ ഈ നല്ല സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ല ആത്മീയത തോന്നുന്ന ഒരു സദസ്സ് മാത്രവുമല്ല, മഹാനായ ഒരു മഹദ്വര്യന്റെ ചാരത്ത്. ഇങ്ങനെയുള്ള സദസ്സുകളൊക്കെ നമ്മുടെ ആയുസ്സിലും പ്രഭാഷണ വേദികളിലും തന്നെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം 30 ദിവസമായിട്ട് ഇവിടെ വാദം നടക്കാൻ. ഒരു വാദത്തിന് പറയേണ്ട എല്ലാ വിഷയങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ ഏത് വിഷയ പറയാന്നുള്ള കാര്യത്തിലാണ് ഏക പ്രശ്നം. ഞാനൊന്ന് നോട്ടീസ് നോക്കിയപ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ആ നോട്ടീസിലെ വിഷയത്തിലുണ്ട്. 30 ദിവസമൊക്കെ വാദം കേൾക്കുന്ന നിങ്ങൾ ഏതായാലും സമ്മതിക്കണം എന്ന് ഓർക്കുകയാണ്. അങ്ങോട്ട് ഇരുന്ന് ഫ്രണ്ടിലോട്ട് ഇരുത്തിക്കോളൂ. അവിടെ ഇരിക്കുന്നവർ, ആ നിൽക്കുന്ന ആളുകൾ കുറച്ച് ഇങ്ങോട്ട് വന്നിരിക്കുക, അല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടാവും. ഇനിയും വരുന്ന ആളുകൾ അവിടെ വന്ന് ജാമാവും. മുമ്പോട്ട് വന്നോളി. ഒരൊറ്റ വഴിയിലൂടെ നേരെ വന്ന് ഈ സൈഡിൽ അങ്ങ് ഇരുന്നോളി. ഏതായാലും ഏറെ വൈകില്ല, വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ സദസ്സ് അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയില്ലേ, പ്രസംഗം നടത്താൻ സമയം കിട്ടില്ല. ശബ്ദം ഒന്നും ഉണ്ടാക്കരുത്. അത് മതി, ആ കാർപ്പറ്റ് തന്നെ മതി, വേറെ കാർപ്പറ്റ്. ഇതിപ്പോ എന്താ തറാവിസ്കരിക്കാൻ മതി? സാധാരണ ഈ ഒരുക്കമാണ്. സാധാരണ റമദാന്റെ പറ കണ്ടാല് തറാവീന് ആള് കൂടുന്ന കാർപ്പറ്റ് തന്നെ മതി, അവിടെ ആളുകൾ ഇരുന്നോളം കുഴപ്പമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കൂടെ വന്ന 2 പേരുണ്ടായിരുന്നു. ഒരു സദസ്സിൽ കൊണ്ടിരുന്നു. ആ അഷ്റഫിനെ സലീം ചെയ്തു. എല്ലാവരും ഒന്നിരിക്കും, പെട്ടെന്നിരിക്കും, പെട്ടെന്ന്. വന്നിരുന്ന് സദസ്സ് നിശബ്ദായാലും പ്രസംഗം തുടങ്ങും. ആ ബൈക്കിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് അകത്തോട്ട് കയറി വരും. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവെന്നാണ് അർത്ഥം. അനുസരണയുള്ള മുസ്ലിങ്ങളൊക്കെ കയറി വരും. അനുസരണ ഇല്ലാത്ത മുസ്ലിങ്ങളൊക്കെ ഇവിടെ. ഇതേപോലൊരു സദസ്സിൽ ഏറ്റവും മുമ്പിൽ വന്നിരുന്ന് കേൾക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയൊരു ഭാഗ്യമാണ്. നിങ്ങൾ അവിടെ നിന്നാൽ ശരിയാവില്ല. കാരണം ഇനിയും വരുന്ന ആളുകൾ അവിടെ വന്ന് ബാക്കി ജാമാകും. മുമ്പോട്ട് കയറി വന്നോളൂ. നല്ല ചെറുപ്പക്കാരാണ് വന്നത്. അള്ളാഹു നാളെ ജീവിതത്തിലും ഇതേപോലെ മുമ്പിലിരിക്കാൻ സ്വർഗത്തിലും അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. താഴെ ഇരിക്കാൻ പ്രയാസമില്ലാത്തവരൊക്കെ വന്നിരിക്കും. ചിലർക്ക് കാലിന് പ്രശ്നമുള്ളവർക്കൊക്കെ ഇരിക്കാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി വരുന്ന ജീവജാലങ്ങളെ, അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ആ ഭൂമിയിലേക്ക് അയച്ച സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അയച്ചിട്ടുള്ളത്. ഖുർആൻ മനുഷ്യനോട് എന്നതാണ് നമ്മുടെ വിഷയം.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു മനുഷ്യനോട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ എന്ന് അഭിസംബോധന ചെയ്ത് വിശുദ്ധമായ ഖുർആനിൽ രണ്ടായത്തുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗം. എല്ലാ ജീവജാലങ്ങളെക്കാൾ അഗ്രഗണ്യനായി, ആദരണീയനായി, ബഹുമാന്യനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അയച്ച അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അനുഗ്രഹീതനാണ് മനുഷ്യൻ. ആ മനുഷ്യനേക്കാൾ അനുഗ്രഹീതനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലെ ജീവജാലങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടേയില്ല. മനുഷ്യനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള മാമത്തുകൾ, കൊമ്പനാനകൾ, ദിനോസറുകൾ എന്ന് വേണ്ട മനുഷ്യനെ മുഴുവനും ചുരുട്ടിയെറിയാൻ കഴിയുന്ന അജയ്യമായ ശക്തികളുള്ള അനേകായിരം ജീവജാലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്കിലും രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന ഹോമോസോഫിയൻ ജീവി എന്ന് ശാസ്ത്രം പേരിട്ട് കൊടുത്ത മനുഷ്യനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരണീയനായി, അവന്റെ അനുഗ്രഹീതനായി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ സിദ്ധിക്കാൻ കഴിയുന്ന ഒരു വലിയ സിദ്ധിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാ ജീവജാലങ്ങളിൽ വ്യത്യസ്തനായി അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു ബഹുമാനിച്ചു എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ വലഖദ് കർറംനാ ബനി ആദം, വലഖദ് കർറംനാ ബനി ആദം. ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ്. ആദമിന്റെ സന്താന പരമ്പരയെ, മനുഷ്യ പരമ്പരയെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ്. അല്ലാഹു ബഹുമാനിച്ചെന്ന് മാത്രമല്ല, അല്ലാഹു പറയുകയാ വലഖദ് കർറംനാ ബനി ആദം വറസഖ്നാഹും മിനത് തയ്യിബാതി വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് തയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ. സുബ്ഹാനഹു വ തആല പറയുകയാ, മനുഷ്യ നിനക്ക് ഞാൻ ബഹുമാനം തന്നു എന്ന് മാത്രമല്ല, വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി, കടലും കരയും ഞാൻ നിന്റെ കയ്യിൽ കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാ. കടലിലൂടെ മനുഷ്യനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള തിമിംഗലങ്ങൾ പീറിപ്പായുന്നുവെങ്കിലും ആ കടലിനെ കൈവെള്ളയിൽ അല്ലാഹു ഒതുക്കൊടുത്തത് തിമിംഗലത്തിന്റെ കയ്യിലല്ല, കൊമ്പന് സ്രാവുകളുടെ കയ്യിലല്ല. ആ കടലിനെ കീറി മുറിച്ചു കുളിയിട്ട് പോകാൻ മാനവാ നിന്റെ കൈയാണ്. കടലും കരയും ഞാൻ നിന്റെ കൈവെള്ളയിൽ ഒരുക്കി തന്നെന്ന് മാത്രമല്ല, വറസഖ്നാഹും മിനത് തയ്യിബാത്, ലോകത്തിലെ ഏറ്റവും രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷണം നിനക്ക് നൽകിയത് ഞാൻ നിനക്ക് തന്നെയാ. അല്ലാഹു പറയുന്നു, പറഞ്ഞ കേട്ടത് തന്നെയല്ല, അല്ലാഹു നമ്മളോട് പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് മനുഷ്യ. വറസഖ്നാഹും മിനത് തയ്യിബാത്, ഈ ദുനിയാവിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം നിനക്ക് ഞാൻ നൽകിയത് നിനക്കല്ലയോ? ഏറ്റവും രുചികരമായ ഭക്ഷണം കൊടുത്തത് അല്ലാഹു മനുഷ്യനാ. ലോകത്തിലെ ഏറ്റവും രുചികരമായ പാനീയമാണല്ലോ തേനെന്ന് പറയുക. അങ്ങനെ പൂമ്പാറ്റകളിൽ നിന്ന് മാറിപ്പോയി പൂവുകളിൽ നിന്ന് തേൻ ശേഖരിച്ചു വന്ന് ആ തേൻ കൊണ്ടുപോയി വൃക്ഷത്തിന്റെ കൂടുകളിൽ കൂടുകൂട്ടി അവിടെ ദിവസങ്ങളായി തേൻ ഉൽപ്പാദിപ്പിക്കുന്ന തേനീച്ച. ആ തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് തേനീച്ചയാണെങ്കിലും തേൻ കുടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തത് തേനീച്ചയ്ക്കല്ല, മനുഷ്യനാണ്. വറസഖ്നാഹും മിനത് തയ്യിബാത്, ഓ മനുഷ്യ ഏറ്റവും നല്ല ഭക്ഷണം നൽകിയത് നിനക്കല്ലയോ എന്ന് മാത്രമല്ല, വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ, എല്ലാ രീതിയിലും ബഹുമാനിച്ചത് ഞാൻ നിന്നെ മാത്രമാണ്. സംസാരിക്കാനുള്ള ശക്തി നൽകിയത് നിനക്കാണ്. പുഞ്ചിരിക്കാനുള്ള ശക്തി നൽകിയത് നിനക്ക് മാത്രമാണ് മനുഷ്യ. മനുഷ്യനല്ലാത്തൊരു ജീവജാലത്തിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ, മനുഷ്യനല്ലാത്ത മറ്റൊന്നിന് പുഞ്ചിരിക്കാൻ കഴിയില്ലല്ലോ. എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഞാൻ വാരിക്കോരി തന്നുവെങ്കിലും അതേ അല്ലാഹു തന്നെ പറയുകയാ. വേറൊരു സൂറത്തിലേക്ക് നിങ്ങളെ ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, വല്ലാദിയാതി ലബഹാ ഫൽമൂരിയാതി
قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود അല്ലാഹു പറയുകയാണ് വൽആദിയാതി റബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ യുദ്ധം നടക്കുന്ന യുദ്ധപ്പറമ്പിലേക്ക് വാളുകൾ അന്തരീക്ഷത്തിലേക്ക് മിന്നൽപ്പിടര് പോലെ അഗ്നിസ്ഫുലിംഗങ്ങളെ ചിതറുന്നത് പോലെ മറ്റൊരുത്തന്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി വാളുകൾ പടവെട്ടുന്ന യുദ്ധമുഖത്തിലേക്ക് തന്റെ യജമാനെയും പുറത്തുവെച്ചുകൊണ്ട് യുദ്ധക്കളത്തിന്റെ വായ്ത്തലപ്പുകളിലേക്ക് ഓടിപ്പോകുന്ന കുതിരയെ തന്നെയാണ് സത്യം, കുതിരയെ തന്നെയാണ് സത്യം. എന്തിനാണ് അല്ലാഹു കുതിരയെ പറഞ്ഞതെന്നറിയോ? തലേ ദിവസം രാത്രി തനിക്ക് കുടിക്കാൻ എളുപ്പം വെള്ളവും മുതിരയും മാത്രം നൽകുന്ന, തനിക്ക് കഴിക്കാൻ ഭക്ഷണം തന്ന തന്റെ യജമാനോടുള്ള നന്ദി കാണിക്കാൻ തന്റെ കരുത്ത് കെട്ടി താഴെയിടപ്പെടുമെന്ന് ഉറപ്പുള്ള യുദ്ധഭൂമിയിലേക്ക് ആ യജമാനോടുള്ള നന്ദി കാരണത്താൽ യജമാനെ പുറത്തു വഹിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്ന കുതിരയെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഒരൽപ്പം വെള്ളവും ഭക്ഷണവും കൊടുക്കുന്ന യജമാനോടുള്ള നന്ദി കാരണത്താൽ തന്റെ ജീവൻ പോലും യജമാനന് വേണ്ടി സമർപ്പിക്കാൻ നാൽക്കാലിയായ വിവേകമില്ലാത്ത വികാരം മാത്രമുള്ള കുതിരക്ക് പോലും നന്ദി കാണിക്കാൻ കഴിയുന്നുവെന്ന് ഏറ്റവും നല്ല ഭക്ഷണം തന്ന, ഏറ്റവും നല്ല ആഹാരം തന്ന, ഏറ്റവും നല്ല ശേഷികൾ തന്ന, ഏറ്റവും നല്ല സൗന്ദര്യം തന്ന, ഏറ്റവും നല്ല സമ്പത്ത് തന്ന, എല്ലാം നിനക്ക് വേണ്ടി വാരിക്കോരി തന്ന നിന്റെ റബ്ബിനോട് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവനാ. അല്ലാഹുവിനോട് മനുഷ്യനെ പോലെ നന്ദികേട് കാണിക്കുന്ന ഒരു ജീവിവർഗം ദുനിയാവിൽ വേറെയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കാരണമെന്താ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. മനുഷ്യനല്ലാത്ത എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിനെ ആദരിക്കുന്നവരാണ്. അല്ലാഹു പറയുന്ന കൽപ്പനകളെ ശിരസാ വഹിക്കുന്നവരാണ്. അത് ശിരസാ വഹിക്കാത്ത ഒരേ ഒരാൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയല്ലേ സൂര്യന്. ആ സൂര്യൻ മനുഷ്യനേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള സൂര്യന്. ആ സൂര്യനോട് എവിടെ ഉദിക്കാൻ അല്ലാഹു പറഞ്ഞു അവിടെയാണ് സൂര്യൻ ഉദിക്കുക. എവിടെ അസ്തമിക്കാനാണോ പറഞ്ഞത് അവിടെയാണ് അസ്തമിക്കുക. ഈ സൂര്യഗോളം പോലെ പടച്ചറപ്പ് പറന്ന വടിയിലൂടെ സഞ്ചരിക്കുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, നന്ദി കെട്ട മനുഷ്യ, അവലം യറൗ ഇല തൈരി ഫൗഖഹും സഫാത്തിൻ വയഖ്ബിന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. എന്റെ ശബ്ദങ്ങൾ കാണിച്ച പ്രിയപ്പെട്ടവരോട് ഞാനൊന്ന് നോക്കുകയോ, ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ? രണ്ട് ചിറകുകൾ ഉപയോഗിച്ചിട്ട് ആകാശത്ത് നിന്റെ തലയുടെ മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ കാണുന്നുണ്ടോ? ആ പക്ഷികൾ ആരാണ് നിങ്ങൾക്കറിയുമോ? ആകാശത്തിലൂടെ 2 ചിറക് ഉപയോഗിച്ചിട്ട് പറന്നു പോകുന്ന പക്ഷി രാവിലെ കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോ തന്റെ കുഞ്ഞുകിളികൾ ഭക്ഷണത്തിന് വേണ്ടി വാവിട്ട് നിലവിളിക്കുമ്പോ തന്റെ കുഞ്ഞുകിളികൾക്ക് ഭക്ഷണം അന്വേഷിച്ചിട്ട് ആകാശത്തിന്റെ നീലവിഹായുസിന്റെ മുകളിലൂടെ 2 ചിറകുപയോഗിച്ചിട്ട് ഇങ്ങനെ പറന്നു പോകുമ്പോ ആ പക്ഷിക്കറിയില്ല തന്റെ ഇന്നത്തെ ഭക്ഷണം അല്ലാഹു എവിടെയാ വെച്ചിട്ടുള്ളതെന്ന്. ആ ഭക്ഷണം അന്വേഷിച്ച് തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആ പക്ഷി ഇങ്ങനെ പാറി പറന്നു പോകുമ്പോ ആ പക്ഷിക്കറിയാൻ വെറും ചെറിയ 2 ചിറകിങ്ങനെ പാറുമ്പോ തന്റെ ശരീരം താഴോട്ട് വീഴാതെ തനിക്ക് ഭക്ഷണം തേടാൻ അവസരമൊരുക്കി തന്നതാരാ? അത് തന്റെ റഹ്മാനായ റബ്ബല്ലാതെ മറ്റാരുമല്ല. പ്രഭാസാലമായ ആകാശത്തിന്റെ തിരമാലകൾ കരയിലേക്ക് തരതന്നെ തിരിച്ചു പോകുന്ന കടലിന്റെ മുകളിലൂടെ 2 ചെറിയ ചിറകുപയോഗിച്ചിട്ട് ഇങ്ങനെ അനക്കുമ്പോ താഴെ വീടാതെ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ ബാലൻസ് അല്ല, എന്റെ ശരീരത്തിന്റെ പ്രൊപ്പല്ലറല്ല, പിന്നെയോ മായുസുകുഹുന്ന ഇല്ല റഹ്മാൻ. അതെന്റെ
റബ്ബിനിക്ക് തന്ന അനുഗ്രഹമാണെന്ന് പക്ഷിക്കറിയാവുന്നത് കൊണ്ടാണ് തന്റെ മക്കൾക്ക് ഭക്ഷണം അന്വേഷിച്ചിട്ട് പറന്നു പോകുമ്പോ ആ പറക്കലിന്റെ ഇടയിൽ വിവേകമില്ലാത്ത പക്ഷി രണ്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇതൊന്നും അഹമ്മദ് കബീർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയുന്നതല്ല, ഇത് അഹമ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നതല്ല. തന്റെ മക്കൾക്ക് ഭക്ഷണം തേടി പറവുകൾ പറന്നു പോകുമ്പോ ആ പക്ഷികൾ കൃത്യമായി രണ്ട് കാര്യം ചെയ്യുന്നുണ്ട്. എന്തെന്നറിയോ? കുല്ലുന കദലിമ സ്വലാതഹു വതസ്ബീഹാ. അതിങ്ങനെ കരപയോഗിച്ചിട്ട് പറക്കുമ്പോ അല്ലാഹുവേ അല്ലാഹുവേ നീയാണ് താഴെ വീണ് കടലിലെ തിമിംഗലത്തിന് ഭക്ഷണമാവാട് എന്നെ സംരക്ഷിക്കുന്നത് നീയാണ് അല്ലാ. അതുകൊണ്ട് ആ പറക്കലിന്റെ ഇടയിൽ ആ പക്ഷി കൃത്യമായി നമസ്കരിക്കുന്നുണ്ട്. ഇത് ഐസിന്റെ കണ്ടുപിടുത്തമല്ല, ഇത് കോപ്പർനിക്കസിന്റെ ഡിസ്കവറി അല്ല, ഇത് പ്ലേറ്റോ പറഞ്ഞ തത്വശാസ്ത്രമല്ല. ഇതാര് പറഞ്ഞതെന്നറിയോ? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. ഈ ഖുർആനിൽ കാര്യം പറഞ്ഞാൽ ലാ റൈബ ഫീഹി, പിന്നെ അതിന് സംശയമില്ല, അതിന് പിന്നെ തർക്കവിതർക്കങ്ങളില്ല, അതിന് പിന്നെ വാദപ്രതിവാദങ്ങളില്ല, അതിന് പിന്നെ ഖണ്ഡന മണ്ഡനങ്ങളില്ല, അതിന് പിന്നെ ചർവിത ചർവണങ്ങളില്ല, പിന്നെ അതിന് സംശയമില്ല. അല്ലാഹു പറയുകയാണ്, ഭക്ഷണം തേടി പറന്നു പോകുമ്പോ പക്ഷികൾ കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്. മാത്രമല്ല അത് അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. പക്ഷികളെ പറന്നു പോകുമ്പോ പ്രാപ്പടിയൻ പരുന്ത് പറന്നു പോകുമ്പോ താഴെ വളർത്തുന്ന കോടിയെ നോക്കിയിട്ട് പരുന്ത് പറക്കുമ്പോ ആ പരുന്ത് പറയുന്നുണ്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. जो चांद सूरज बेपाग तारे कहते हैं मुझसे सारे अल हुक्मु लिल्लाह वल मुल्कु लिल्लाह. പക്ഷി പോലും തന്റെ മക്കൾക്ക് ഭക്ഷണം അന്വേഷിച്ചിട്ട് പറന്നു പോകുന്ന വിവരമില്ലാത്ത പക്ഷേ അത് കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്, അതതിന്റെ തസ്ബീഹ് നിർവഹിക്കുന്നുണ്ട്. പക്ഷേ മക്കൾക്ക് ഭക്ഷണം അന്വേഷിച്ചിട്ട് പോകുമ്പോ അല്ലാഹു വെച്ചിരിക്കുന്ന റിസ്ക് അന്വേഷിച്ചിട്ട് പോകുമ്പോ നിസ്കാരം കളാക്കുന്നത് മനുഷ്യൻ മാത്രമാണ്, ദിക്ർ മുഴക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. ആ പോക്കിന്റെ ഇടയിൽ കള്ളു കുടിക്കുന്നവൻ മാനവാദിയാണ്, സിനിമാ കോട്ടയിൽ കയറുന്നത് നീ മാത്രമാണ്. വകാനൽ ഇൻസാനു ലിറബ്ബിഹി കഫൂറാ. മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു മനുഷ്യൻ മാത്രമാണ് അല്ലാഹുവിനോട് നന്ദി കേട് കാണിക്കുക, ബാക്കിയെല്ലാം പക്ഷികൾ. കുല്ലുൻ ഖദ് അലിമ സൂറത്തുൻ നൂർ കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു. അത് നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ വേറെ രസകരമായ കാര്യം എന്താണെന്നറിയോ? പക്ഷിക്ക് ചില മനുഷ്യരെക്കാളും വിവരമുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടിട്ട് അത് ഇറങ്ങി ഓടൂല്ല. തസ്ബീഹ ഇതിന്റെ ദിക്റും കൂടെ ചൊല്ലിട്ട് പോകും. അതിന്റെ അർത്ഥം ചില മനുഷ്യരെക്കാൾ വിവരമില്ല എന്നാണ് പക്ഷിക്ക് മൃഗത്തിനുണ്ടെന്നാണ് എന്റെ അർത്ഥം. കുല്ലൻകത് അലിമ സ്വലാത്തഹു, അത് നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് പാറമനുഷ്യന്മാരെ നിങ്ങൾ എന്ത് ടൈം ഉണ്ടായിരിക്കണേ, അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇത്ര അടുത്തൊരു സദസ്സിൽ ഞാൻ ഇങ്ങനെ പുറപ്പെടാന്ന് പറയാ, വാതൊക്കെ കഴിഞ്ഞിട്ട് കട്ടക്കട്ടാന്നിങ്ങോട്ട് പോവല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ രണ്ടുപേരും നമ്മൾ ഹൃദയം കൊണ്ട് അടുക്കണം, എന്നിട്ട് പറയുന്നത് ഹൃദയത്തിലോട്ട് ഇറങ്ങണം. ഇതൊക്കെ അല്ലാഹു പറയുന്നത് വളരെ ചെറിയ കാര്യമായിട്ടല്ല പറയുന്നത്, വലിയ വിശാലമാണ്. പക്ഷികൾ പോലെ നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരത്തിന് ശേഷം നമുക്കത് വേണ്ട. അപ്പൊ പിന്നെ നമ്മളാരാ? നമുക്ക് അത്രയും പോലും വിവരം ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അതതിന്റെ തസ്ബീഹ് നിർവഹിക്കുന്നുണ്ട്. ഇത് രണ്ടും ചെയ്യാതെ തന്റെ മക്കൾക്കുള്ള റിസ്ക് അന്വേഷിച്ചിട്ട് പോകുമ്പോ ഇത് രണ്ടും ചെയ്യാത്തവരാരാ? അള്ളാഹു കുതിരയെ പറഞ്ഞിട്ടാണ് മനുഷ്യന് നന്ദിയില്ലെന്ന് പറയുന്നത്. ഇതാണ് ഖുർആൻ മനുഷ്യനോട് പറയുന്ന പ്രമേയം. വൽ ആദിയാത്തി ലബ്ഹ എന്ന സൂറത്ത് വലിയൊരു അധ്യായമാണ്. ഞാൻ ഇന്നലെ ചെറുക്കളയിൽ സൂറത്ത് തക്കാത്തുർ പ്രസംഗിച്ചു. അൽഹാഖും തക്കാത്തുർ പറഞ്ഞപ്പോ 3 മണിക്കൂർ കഴിഞ്ഞു. ഒരു വൻ ജനക്കൂട്ട് എല്ലാവരും മനസ്സിലാതെ വലിയ സന്തോഷമായി.
ഓരോ ചെറിയ സൂറത്ത് വൽ ആദിയാത്തി ലബ്ഹ, കുതിരയുടെ 5 വിശേഷണം പറഞ്ഞിട്ട് അള്ള പറയാം മനുഷ്യന് നന്ദിയില്ല. എന്തുകൊണ്ട്? തനിക്കൊരു നേരത്തെ വെള്ളവും മുതിരയും തരുന്ന യജമാനന് വേണ്ടി കുതിര പിറ്റേ ദിവസം തന്നെ കഴുത്ത് വെട്ടുന്ന ഉറപ്പുണ്ടായിട്ടും യജമാനനോടുള്ള നന്ദി കാണിക്കാൻ യജമാനനെ കുതിരയുടെ പുറത്ത് കയറ്റി വെച്ചിട്ട് യുദ്ധക്കളത്തിലേക്ക് പോകാൻ കുതിരയ്ക്ക് യജമാനനോട് അത്ര നന്ദിയുണ്ടെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്ന അള്ളാഹുവിനോട് മനുഷ്യ നിനക്ക് നന്ദിയില്ലാതായി പോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോടിയൊക്കെ പറഞ്ഞു അൽ ഖൈലു മഅഖൂദു ബിനവാസിഹിൽ ഖൈർ, കുതിരയുടെ നെറ്റിയിൽ അള്ളാഹു നന്മയെ വെച്ച് കെട്ടിയിട്ടുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ 30 ദിവസം വാദം പറയുന്നതുകൊണ്ട് ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പറയാത്തത് എന്താന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ചില കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കുന്നില്ലേ? മലയാളം മനസ്സിലാകുന്നില്ല? മലയാളം മനസ്സിലാവൂ? അതോ കന്നഡ, ഉറുദു, മലയാളം? യഥാർത്ഥത്തിൽ എന്നാൽ പക്ഷികളോ പറവകളോ അല്ലെങ്കിൽ നാൽക്കാലികളോ തസ്ബീഹ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പക്ഷികളും പറവകളും അല്ലെങ്കിൽ നാൽക്കാലികളും തസ്ബീഹോ നിസ്കാരവും നിർവഹിക്കേണ്ട കാര്യമുണ്ടോ അവർക്ക്? എന്താ മനുഷ്യന്മാരെ നിങ്ങൾ എന്നെ തെരഞ്ഞെടുപ്പ് സീറ്റ് കിട്ടാത്ത സ്ഥാനാർത്ഥിയെ പോലെ നോക്കണത്? കാര്യമുണ്ടോ അവർക്ക്? ഇല്ല. എന്തുകൊണ്ട്? അവർക്കും അക്ഷരയിൽ വിചാരണയില്ല. വിചാരണയില്ല. എന്നാൽ വിചാരണ ഉള്ളതാർക്കാണ്? മനുഷ്യനാണ്. അവനൊട്ട് ഇത് ചെയ്യുന്നില്ലതാണ്. എന്താ ഇതിന്റെ വിരോധാഭാസം? യഥാർത്ഥത്തിൽ ഇവകൾക്കാർക്കും വിചാരണയില്ലല്ലോ. അല്ലാഹുവോട് ചോദിച്ചില്ലല്ലോ പക്ഷികളോട് പറവകളോട് തസ്ബീഹ് ചെയ്തെന്ന്. അവര് നാളെ പരലോകത്ത് വരുമ്പോ അല്ലാഹു പറയുന്നത് എന്താ? യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ വയഖൂലു കാഫിറു യാ ലൈതനി കുൻതു തുറാബാ. എന്താ ഇത്? ഇപ്പൊ വീട് അർത്ഥമായിരുന്നാ മതി, ഒന്ന് അടുത്തിരുന്നോളി. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും. ഖുർആൻ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ളവരെ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി, നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ മജ്‌ലിസിലിരിക്കുമ്പോൾ വിശാലത ചെയ്യണേ എന്ന് പറയപ്പെട്ടാൽ ഫഫ്സഹൂ, നിങ്ങൾ വിശാലത ചെയ്ത് അടുത്തിരിക്കണേ. ഒരു സദസ്സിരിക്കേണ്ട മര്യാദ പഠിപ്പിച്ചെന്ന ഖുർആനാണ്. അടുത്തിരിക്കുക. ഫഫ്സഹു, നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫഫ്സഹു, അങ്ങനെ നിങ്ങൾ വിശാലത ചെയ്താൽ യഫ്സഹില്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും. അപ്പൊ 2 പേരിരിക്കുന്ന സ്ഥലം 3 പേർക്ക് മതിയോ? നമ്മൾ ഉദ്ദേശിച്ചാൽ ഒന്നടുത്തിരിക്കും. ഇവിടെയൊക്കെ സ്ഥലമുണ്ട്, മതി. അവിടെ വരില്ല. അല്ല പിന്നെ നിനക്ക് സ്റ്റേജ് എടുത്തേണ്ടി വരുന്നത്. അവിടെ വരണം. മാഷാ അല്ലാഹു സദസ്സിനെ നിലനിർത്തി. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൻ പറ്റൂല. നമ്മുടെ വിഷയം എവിടെയൊക്കെ പറഞ്ഞു തീരണമെങ്കിൽ ഈ സദസ്സ് നന്നാക്കിക്കൊണ്ടിരുന്ന കഴിയില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. യഥാർത്ഥത്തിൽ നാളെ നമ്മളാരാ? നമ്മൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോ, അള്ളാഹുവിന്റെ മഹിഷറയിൽ ചെല്ലുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, നമ്മൾ ആരാ? ദുനിയാവിലിങ്ങനെ നാൽക്കാലികളെ പോലെ ജീവിച്ചൊടുങ്ങേണ്ടവരല്ല. നാളെ പരലോകത്ത് മനുഷ്യരും ഈ നാൽക്കാലികളും നാളെ പരലോകത്ത് ഹാജരാകുമ്പോ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ, നാളെ മനുഷ്യനും എന്റെ കയ്യിലേക്ക് നോക്കും. അല്ലാഹുവേ, നാളെ പരലോകത്തിന് വേണ്ടി എന്താണ് എന്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചതെന്ന് നോക്കുമ്പോ, ആ സമയത്ത് വിചാരണക്ക് വേണ്ടി ഹാജരാക്കുമ്പോ ഈ പക്ഷികളോടും പറവകളോടും അല്ലാഹു പറയും, കുനൂ തുറാബാ, നിങ്ങളെല്ലാം മണ്ണായി കൊള്ളുക, നിങ്ങളെല്ലാം മണ്ണായി കൊള്ളുക. അപ്പടാ പക്ഷികളും പറവകളും വിചാരണയിൽ ആടവരും മണ്ണായി പോകുമ്പോ അവിടെ നിന്ന് പേടിച്ചിട്ട് നമ്മൾ മനുഷ്യൻ പറയും അത്രേ, അല്ലാഹുവേ യാ ലൈതനീ കുന്തു തുറാബാ, ഞങ്ങളും ഇതുപോലെ മണ്ണായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിചാരണയില്ലായിരുന്നു
കടക്കണമെങ്കിൽ ഹിസാബിന് ഞങ്ങൾക്ക് നിൽക്കേണ്ടി വരില്ലായിരുന്നെങ്കിൽ സിറാത്ത് ഞങ്ങൾ കടക്കണ്ടായിരുന്നെങ്കിൽ ഈ കത്തിക്കാളുന്ന നരകത്തിന്റെ തീയുടെ മുമ്പ് ഞങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ അല്ലാ. അതുകൊണ്ട് ഇങ്ങനെ കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് താൽക്കാലികൾക്ക് തസ്ബീഹ് ചെയ്യേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും അവർക്കും മഹ്ശറയിൽ വിചാരണ ഇല്ലാതിരുന്നിട്ടും അവരിതെല്ലാം ചെയ്യുന്നുവെങ്കിൽ പൊന്നുമോനെ നാളെ പരലോകത്ത് നമ്മൾ ആരെന്നറിയോ ആധുനിക ലോകത്തിന് അനാവശ്യങ്ങളും അശ്ലീലതകളും അസുരഭാവങ്ങളും കടന്നു വരുമ്പോ ആധുനിക ലോകത്തിന് അസുരഭാവങ്ങൾ മുഴുവനും ആത്മീയതയെ കൈവിട്ടിട്ട് സ്വീകരിച്ച എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ, ന്യൂ ജനറേഷൻ എന്നാണ് പുതിയ തലമുറക്ക് പേരിട്ടിരിക്കുന്നത്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ. പഴയ തലമുറയുടെ ആത്മീയത വലിച്ചെറിഞ്ഞിട്ട് പുതിയ ന്യൂ ജനറേഷൻ ഹൈടെക് ഫ്രീക്കുകളായി മാറിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരെ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയില് തലമുകളിലേക്ക് പന്നിയുടെ തലമുടി പോലെ മേപ്പോട്ട് വെച്ചും രണ്ട് സൈഡിൽ വെറുതെ അരിഞ്ഞു മാറ്റിയും ആഭാസത്തിന്റെ വേഷക്കെട്ടുകളുടെ പകർച്ച കെട്ടിയാടിയ എന്റെ പ്രിയപ്പെട്ട ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരെ, ആരാ ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരെന്ന് പറയോ? എന്റെ തന്നെ ഭാഷയിൽ ഞാൻ നിർവചനം പറഞ്ഞാൽ അണുകുടുംബത്തിന് ജനിച്ചിട്ട് ആധുനിക രാസവള നിർമ്മാണശാലയിലെ ഉപോൽപ്പന്നം പോലെ കെൻഡക്കിയും KFCയും ബർഗറും പിസയും മാത്രം തിന്നു പഠിച്ച, രാവിലെ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് നോക്കിയിട്ട് നിരാശപ്പെടുന്ന, അന്തിയാകുമ്പോ ആരാണ്ട് മണിക്കുറ്റിന് പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല മൊബൈൽ ഡാറ്റ ബാലൻസ് ചെയ്ത് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ ലോകത്തുള്ള 140 രാട്ടത്തിലേറൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാൽ അത് കൈവെള്ളത്തുമ്പിലെ www.com കണ്ടാസ്വദിച്ച് പാതിരാ സമയത്തെല്ലാം ആസ്വദിച്ച് തളർന്നവസരായി മുമ്പിൽ നിവർത്തി വച്ചിരിക്കുന്ന ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിൽ തലമയക്ക് വെച്ചിട്ട് അവിടെ കിടന്ന് മയങ്ങി ഉറങ്ങുന്ന, വർഷങ്ങളായി ചുമത്തുപള്ളിയുടെ സുബഹിന്റെ ബാങ്ക് ചെവിയിൽ കേട്ടിട്ടില്ലാത്ത, അവന്റെ ചെവിയിൽ സുബഹിയുടെ ബാങ്ക് കേട്ടിട്ട് വർഷങ്ങളായി സുബഹിയുടെ ബാങ്ക് ചെവിടിൽ കേട്ടിട്ടില്ലാതെ മധ്യാഹ്നത്തിൽ എഴുന്നേൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ, കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും മധുരാക്ഷിയുടെയും പെണ്ണിന്റെയും കള്ളിന്റെയും വിണ്ണിന്റെയും അടിമകളായി ആധുനിക ഭാവത്തിലൂടെ നടന്നു പോകുമ്പോ കഞ്ചാവ് അടിക്കരുതെന്ന് പറയുന്ന മൂല്യാരുടെ താടിയിൽ പിടിച്ചിട്ട് വീരവാദം പറയുന്ന, എവിടെ വരെയാണ് മോനെ? നമ്മളാരും ഇങ്ങനെ ജീവിച്ചിട്ടും മരിച്ചു പോകേണ്ടവരല്ലോ, 6 അടി മണ്ണിന് നമ്മൾ ഇങ്ങനെ നടക്കേണ്ടവരല്ലോ. നമ്മൾ ആരെന്നറിയോ? നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ വാതിൽ പിടിച്ചിട്ട് രാജാക്കന്മാരെ പോലെ സ്വർഗത്തിലോട്ട് കടന്നു പോകേണ്ടവരാ. എന്റെ പ്രിയപ്പെട്ട വഴിതെറ്റിയ യുവസമൂഹത്തിനോട് അള്ളാഹു പറഞ്ഞിരുന്നത് നിങ്ങൾ നിസ്സാരക്കാരല്ല. പക്ഷികളും പറവകളും ദിനോസറുകളും മണ്ണായിട്ട് മനുഷ്യരയിൽ ഒടുങ്ങുമ്പോ ആ സമയത്ത് അള്ളാഹുവിന്റെ സ്വർഗം ഇങ്ങനെ മാടി വെളുക്കുമ്പോ ആ സ്വർഗത്തിലെ രാജാക്കന്മാരാണ് നമ്മൾ. എന്റെ പ്രിയപ്പെട്ട ഇച്ചിലങ്കോട് ഉറൂസിന് വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ആരെന്നറിയോ? നീ സ്വർഗത്തിലെ രാജാവാകേണ്ടവനാണ്. ഈ നിൽക്കുന്നത് പോലെ നിൽക്കേണ്ടവനല്ല. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. അല്ലാഹു പറയാണ് സൂറത്ത് ദഹ്റോദുക, ഇതൊക്കെ ഖുർആനാണ്, ഇത് മാറ്റമില്ലാത്ത വചനമാണ്, ഇത് അല്ലാഹുവിന്റെ പ്രസാദകം തന്ന പ്രസാദമാണ്. മഹിലൻ ഹദാകല്ലദീ അഅതാക നാഫിലത്തുൽ ഖുർആനി ഫീഹി മവാഇദു വതഫ്സീലു. നമുക്ക് ഉപദേശങ്ങളായി തന്ന ഖുർആൻ നമ്മളോട് പറയാ, ഞങ്ങളെ നീ എവിടെ എത്തിക്കണേ അല്ലാ. وإذا رأيت ثم رأيت نعيما وملكا كبيرا. സ്വർഗം ഒരു രാജസദസ് തന്നെയാ. ഈ ആയത്തോതി കൊടുക്കവേ സഹാബത്ത് ചോദിച്ചത്രേ, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്,
സ്വർഗത്തിന് രാജാവാകണമെങ്കിൽ രാജാവിനെ ഭരിക്കാൻ പ്രജകൾ വേണ്ട നബിയെ. പഞ്ചായത്ത് പ്രസിഡന്റ് ആകണമെങ്കിൽ മെമ്പർ വേണ്ടേ? രാജാവാകണമെങ്കിൽ പ്രജകൾ വേണ്ട നബിയെ. നാളെ സ്വർഗത്തിന് പ്രജകളാരാണ് നബിയെ? അത്ഭുതത്തോടെ കേട്ട് നിന്നുകൊള്ളുക. മുത്തറസൂൽ 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 സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ പറഞ്ഞു, സഹാബ, ഓരോ മനുഷ്യനും അല്ലാഹു 1000 മലക്കുകളെ സേവകന്മാരായി നിശ്ചയിച്ച് തരും. സഹാബ, അഹമ്മദ് കബീർ സ്വർഗത്തിലെത്തിയാൽ അവന് പരിചാരകരായിട്ട് 1000 മലക്കുകൾ ഉണ്ടാകും. സക്കാഫി സ്വർഗത്തിലെത്തിയാൽ 1000 മലക്കുകളെ അല്ലാഹു മുൻഭാഗത്ത് വെച്ചിട്ടുണ്ടാകും. അഷ്റഫി സ്വർഗത്തിലെത്തിയാൽ 1000 മലക്കുകൾ ഭക്ഷണമായി കാത്തു നിൽക്കുന്നുണ്ടാവും. പൊന്നുമോനെ പൊന്നുമോനെ, കഞ്ചാവടിച്ചിട്ട് കിറങ്ങി മാതക ലോകത്തിന്റെ അപ്സരസുകളെ മനസ്സിന് വിഭാവനം ചെയ്ത് ആരടിമണ്ട്. ആരാന്റെ പിച്ചാത്തിപ്പിടി പള്ളയിലോട്ട് കയറ്റപ്പെട്ടിട്ട് കിടന്നുറങ്ങേണ്ട മരിക്കേണ്ടവരല്ല നിങ്ങൾ. 1000 മലക്കുകളെ ഇടത്തും വലത്തും നിർത്തിയിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വാതില് തുറന്ന് രാജാവിനെ പോലെ സ്വർഗത്തിലൂടെ നടക്കേണ്ടവരാണ് നമ്മൾ. രാജാവിന്റെ പ്രജകൾ 1000 മലക്കാണൊരു ചെറുപ്പക്കാരാണ് നിനക്ക് റബ്ബൊരുക്കി വെച്ചിരിക്കുന്നത്. രാജാവാണെങ്കിൽ രാജാവിന്റെ വസ്ത്രം വേണ്ടേ? രാജാവിന്റെ വസ്ത്രം വെള്ളക്കുപ്പായും ഈ ഷാളുമല്ലല്ലോ. രാജാവിന്റെ വസ്ത്രം പട്ടുവസ്ത്രമല്ലേ? അല്ലാഹു പറയാണ്, സ്വർഗത്തിലെ നിന്റെ രാജവസ്ത്രമേണെന്നറിയുമോ? ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദറിൻ വയസ്തബറകിൻ വഹുല്ലൂ അസാവിറ മിൻ ഫില്ലാഹ്. സ്വർണവും വെള്ളി നൂലുകൾ കൊണ്ടുണ്ടാക്കപ്പെട്ട പച്ചപ്പട്ടു വസ്ത്രം ധരിച്ചിട്ടാണ് നീ സ്വർഗത്തിലൂടെ നടന്നു പോകുക. പച്ചപ്പട്ടു വസ്ത്രം സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട് അന്ന് സ്വർഗത്തിലെ വസ്ത്രം രാജാവിന്റെ വസ്ത്രമാണ്. ധരിക്കാനത് കൊടുക്കുന്ന തുണിയും സുന്ദുസ. അൽഹംദുലില്ലാഹ്, ജീവിതം എന്തന്തസാ. അന്തസ്സോടെ രാജാവിനെ പോലെ പോയിരുന്നിട്ട് സ്വർഗത്തിന്റെ രാജസിംഹാസനം ഏതെന്നറിയോ? സ്വർണ്ണ നൂലുകൾ കൊണ്ടുണ്ടാക്കപ്പെട്ട സ്വർണ്ണ കൊട്ടാരത്തിന്റെ കസേരയിലെ ചാരിയിരിക്കുമ്പോ നിനക്ക് ആവശ്യമുള്ളത് കൊണ്ടുതരാ. നിന്റെ പരിചാരകര് നിന്റെ മുറ്റം നിൽക്കുകയാ. ഒരു തുള്ളി വേർപ്പൊഴുക്കാട്, ഒരു തുള്ളി ഒരാളോട് ചോദിക്കാട്. ആവശ്യമുള്ളതെല്ലാം രാജാവിന്റെ മുമ്പിലെത്തുന്ന രാജസദസ്. കിളയ്ക്കണ്ട, പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ഒന്നും അറിയാതെ സർവ്വതും അല്ലാഹു നിന്റെ മുമ്പിൽ വെച്ച് വരുമ്പോ സ്വർഗത്തിന്റെ രാജാവാകേണ്ട നീയാണോ? വകാനൽ ഇൻസാനു ലിറബ്ബിഹി കഫൂറാ. എനിക്ക് സ്വർഗം വേണമെന്ന് പറയേണ്ട നീയാണോ? അതുകൊണ്ടാണല്ലോ ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മുഴുവനും കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ എന്തേ ഉബൈദ കരയുന്നത്? നബിയെ, വെട്ടിമുറിക്കപ്പെട്ട കൈകാലുകൾക്ക് പകരമായി എനിക്ക് സ്വർഗം കിട്ടുമോ നബിയെ? വയ്യഖതഉ റിജ്ലി ഫൈനി മുസ്ലിമോ വഅർജു ബിഹി ഐശൻ മിനല്ലാഹി ആലിയാ. ഈ വെട്ടിമുറിക്കപ്പെട്ട കൈകാലുകൾക്ക് പകരമായി പലതരത്തിന്റെ സ്വർഗത്തിന്റെ സോപാനത്തിലെ സുഖവാസം എനിക്ക് കിട്ടിയാൽ അത് മദീന നബിയെ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ നെഞ്ചക്കളം വീട്ട് പിരിന്തോനാണേ വെളിവര ശഹീദാമോ അനാപനമോനെ. മഹാനായ മൊയ്‌കുട്ടി വൈദ്യര് പാട്ടിലൂടെ പറന്നു നിന്നില്ലേ? മുത്തുനബിയുടെ മടിയിലെ തല വെച്ചിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചുവല്ലോ, പഞ്ചമ്പകപ്പൂ ചുണ്ടനക്കി ഉമ്മീ പോറ്റി ഹുസ്നാലെ യബീനാ അമ്മീ. ഉബൈദ, നിനക്ക് സ്വർഗമുറപ്പാന്ന് പറഞ്ഞപ്പോ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ട വേദനകളെ സ്വർഗമെന്ന 3 അക്ഷരത്തിൽ മറക്കാൻ കഴിഞ്ഞുവെങ്കിൽ അവിടെ എത്തേണ്ട നീയാണോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂർ.
നമൂദ് ഇത്ര നന്ദി കെട്ടവനായി മാറിപ്പോയതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല നമ്മൾ നാളെ സ്വർഗത്തിലെ രാജാക്കന്മാരാണ്. അല്ലാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ. ആമീൻ പറ. മനുഷ്യന്മാരെ പറയണ മനസ്സിലാവണുണ്ടോ? ഉണ്ട്. സമയമില്ല എനിക്ക് വേറെ വർത്താനം മനസ്സിലാക്കി പറയിക്കാൻ. അല്ലാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ. ആമീൻ പറഞ്ഞാൽ മാത്രം സ്വർഗത്തിലെത്തില്ല. ആമീൻ പറഞ്ഞാൽ മാത്രം സ്വർഗത്തിലെത്തില്ല. ആമീനോടുകൂടെ പ്രവർത്തനവും വേണം. അല്ലാഹു നമ്മളെ ആ സ്വർഗത്തിലെത്തിക്കട്ടെ. നമുക്ക് താടിയുണ്ട്, തൊപ്പിയുണ്ട്, നിക്കാരത്തിന്റെ തഴമ്പുണ്ട്, വെള്ളക്കുപ്പായുണ്ട്, എന്റെ ഷാളുണ്ട്. എല്ലാവരെയും ഞാൻ പറയാനില്ല. വേറെ ആരെങ്കിലും പ്രശ്നങ്ങളുള്ള എന്നെ തന്നെ ഞാൻ പറയുന്നു. അതുകൊണ്ട് മാത്രം ഒരു സിംബോളിക്കായിട്ട് സ്വർഗത്തിൽ പോവില്ല. അതിനുള്ളിൽ കൽബിന്റെ ഉള്ളിൽ ഒരു ബോധമുണ്ടാവണം. ആ ബോധമുണ്ടാവാനാണ് ഖുർആൻ മനുഷ്യനോട് രണ്ട് കാര്യം ചോദിച്ചത്. മനുഷ്യ, നീ എന്താ ഇത്ര നന്ദി കെട്ടവനായി പോയത്? മഹിഷറയിൽ ചോദ്യമില്ലാത്ത പക്ഷികളും പറവകളും മരിക്കുന്നത് വരെ തസ്ബീഹിലാണ്. നീയോ? നിനക്ക് തസ്ബീഹ് ചെയ്യാൻ സമയമില്ല, നിനക്കൊന്നും ചെയ്യാൻ സമയമില്ല. നീ ജീവിതത്തിലെ ഏറ്റവും വലിയ തെമ്മാടിയായി മാറിപ്പോയി. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹിനെ കുറിച്ചുള്ള ബോധം, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. സ്വർഗത്തിൽ ഈ ഒരു അടയാളം കൊണ്ട് എത്തൂല. 300 പവൻ സ്വർണം മോഷ്ടിച്ചവനെ പോലീസ് പിടിച്ചു. ഒന്നാം പ്രതിയെ പിടിച്ചപ്പോ ഉക്കാരത്തഴമ്പുണ്ട്, താടിയുണ്ട്, തൊപ്പിയുണ്ട്, എല്ലാം ഉണ്ട്. പോലീസുകാരൻ ചോദിച്ചു, സർക്കിൾ ചോദിച്ചു, അത്ര 200-300 പവൻ നീ മോഷ്ടിച്ചപ്പോ ഒരു 10 പവൻ നിന്റെ കഴുത്തിൽ ഇട്ടൂടായിരുന്നു. അപ്പൊ മന്നെ അത് പറ്റൂല, നമ്മുടെ മദ്ഹബി ഹറാമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ പറയുന്നത്, നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള ഒരു കാലം പഴയൊരു കാലമല്ല. പണ്ട് ദിക്ർ ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. പണ്ട് നമുക്ക് ഖുർആൻ ഓതാൻ സമയം ഉണ്ടാവില്ല. ഇന്ന് നമുക്ക് ഖുർആൻ ഓതാനും ദിക്ർ ചെയ്യാനും സമയമില്ല. എന്നാൽ അന്നും ഇന്നും പകലും രാത്രിയും കൂടി 24 മണിക്കൂറാണ് താനും. കൂടിയിട്ടില്ല, ഉറങ്ങിപ്പോയില്ല. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ജീവിതത്തിന് വേഗത കൈവരിച്ചപ്പോൾ അള്ളാഹുവിനെ പാഠം മറന്നു എന്നതാണ് നമ്മുടെ വിഷയം. പണ്ട് മഗ്രിബ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തസ്ബീഹ് ചൊല്ലാൻ സമയം ഉണ്ടാറുണ്ട്, വാക്യം ഓതാൻ സമയം ഉണ്ടാറുണ്ട്. ഇന്നത് സീരിയലായി. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇവിടെ മലയാളം സീരിയലൊക്കെ കിട്ടുമോ? ഇല്ലേ? ഇവിടെ മലയാളം സീരിയലൊക്കെ കിട്ടുമോ? എന്താ മനുഷ്യന്മാരൊന്ന് സഹകരിക്ക്. കിട്ടുമോ? കാണാറെണ്ണം മുടങ്ങാതെ. അൽഹംദുലില്ലാഹ്. എല്ലാം ഇവിടെ കിട്ടുമോ? കിട്ടൂല. എന്നാ ഒരു പരമാർത്ഥം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കഴിഞ്ഞ പോലെ പൗരാണികത നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണമെന്താ? ഇവിടെയാണ് അള്ളാഹു ചോദിക്കുന്നത് ഖുർആൻ മനുഷ്യനോട് എന്നതാണ് നമ്മുടെ വിഷയം. ഖുർആൻ മനുഷ്യനോട് 2 കാര്യം ചോദിച്ചിട്ടുള്ളൂ. യാ അയ്യുഹൽ ഇൻസാൻ എന്ന് അഭിസംബോധന ചെയ്തു ഖുർആൻ 2 ആയത്തേ ഉള്ളൂ. ഒന്ന് ദുനിയാവിലോട്ടുള്ള ചോദ്യം, 2 ആഖിറത്തിലേക്ക്. യാ അയ്യുഹൽ ഇൻസാൻ എന്ന് തുടങ്ങുന്ന 2 ആയത്താണ് ഖുർആനുള്ളത്. അതാണ് ഖുർആൻ മനുഷ്യനോട് ചോദിച്ച ചോദ്യം. അത് 1 ദുനിയാവിലെ കാര്യമാണ്, 2 ആഖിറത്തിലെ ചോദ്യമാണ്. 2 പറയും ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സ്. എത്ര മണിക്ക് അവസാനിക്കുക? 12 മണി. അരമണിക്കൂർ മുമ്പ് ഞാൻ അവസാനിപ്പിച്ചു. 1 മണി വരെ ഈ സൈസ് പ്രസംഗം ഞാൻ നടത്തിയാലിപ്പോ ഞാൻ ബാക്കി ഉണ്ടാവില്ല. കേൾക്കാൻ എളുപ്പമാണ്. ആനയെ കണ്ടിട്ടില്ല. ആനയുടെ പിണ്ടം കണ്ടിട്ടുണ്ട്. ആനയുടെ പിണ്ടം, ആന പിണ്ടം കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോ ആളുകൾ പറയും എന്താ ഇപ്പൊ ഇതിന്റെ വലിപ്പം. പക്ഷെ ഇത് ഇടണ പാട് ആനയ്ക്കല്ലേ അറിയാവൂ. അതാരും ചിന്തിക്കൂലല്ലോ. രാവിലെ സുബഹി മുതൽ അസർ വരെ മുദരിസ് ദർസെടുത്ത ആളുകൾ വിചാരിക്കണത് എന്താ എളുപ്പമെന്നാണ്. എന്താ നൈസ് പണിയും കട്ടിച്ചാപ്പാടും ഇല്ല മുലിയാക്കുമാർക്ക്. 10 വർഷം കഴിയുമ്പോൾ കണ്ടൽ വേദന അല്ലാതെ വേറൊന്നും ബാക്കിയുണ്ടാവൂല ജീവിതത്തിൽ. അള്ളാഹു നമ്മളെ എല്ലാവിധ അസുഖത്തിനും അള്ളാഹു ശിഫ നൽകട്ടെ. വേറൊന്നും പറയാൻ സമയമില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല 1ാമത്തെ ചോദ്യം ചോദിക്കുകയാ. അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. ഏ മനുഷ്യ,
ഏ മനുഷ്യ മാഗറക ബിറബ്ബിക്കൽ കരീം, മാന്യനായ അല്ലാഹുവിൽ നിന്ന് ആരാണ് നിന്നെ ഇത്രയേറെ ചതിച്ചിട്ട് മാറ്റിക്കളഞ്ഞത്? എന്താ നീ അല്ലാഹുവിൽ നിന്ന് ഇത്രയേറെ വഞ്ചിതനമാനുള്ള കാരണമേതാ? പണച്ചറപ്പിനെ നീ പേടിക്കാത്തതെന്താ? ആരാണ് അല്ലാഹ് എന്നറിയോ? അല്ലദീ ഖലഖക വസവ്വാക ഫഅദലക, ഈ കാണുന്ന രൂപത്തിൽ നിന്നെ സൃഷ്ടിക്കുകയും നിനക്ക് സൗന്ദര്യം നൽകുകയും എല്ലാം നിനക്ക് വേണ്ടി ചെയ്തു തന്ന അല്ലാഹുവിനെ നിനക്കെന്താ ഭയമില്ലാത്തത്? ആ പടച്ചറപ്പിനെ കുറിച്ചുള്ള ഓർമ്മ നിനക്ക് നഷ്ടപ്പെട്ടു പോയതെന്താ? എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാ. ഈ ചോദ്യമാണ് ആദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. മനുഷ്യ, എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി നിനക്ക് ചെയ്തു തന്ന അല്ലാഹുവിൽ നിന്ന് നീ ഇത്രയേറെ പിന്തിരിയാനുള്ള കാരണമേതാ? അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയില്ലല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമില്ലല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത ജീവിതത്തിലില്ലല്ലോ, എല്ലാം എന്റെ പടച്ചറപ്പ് നിരീക്ഷിക്കുന്നുള്ള ബോധമില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പഴകിയൊരു കഥ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ഇത് മഹാനായ സഅബുൻ നബിയിൽ മുസ്തഫ ഹബീബായ നബി തങ്ങളുടെ ഭൂവദനത്തെ നേരിട്ട് കണ്ട, ഹബീബായ മുത്തിന്റെ കയ്യിലെ തൊട്ട് പരിചരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയ മനുഷ്യൻ കിടന്നുറങ്ങുന്ന മണ്ണാണിത്. മക്കൾക്ക് പറയാൻ 1500 വർഷത്തിന്റെ കഥയുണ്ട്, മദീനക്ക് പറയാൻ 1500 വർഷത്തിന്റെ കഥയുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ 1400 വർഷത്തെ ചരിത്രത്തിന്റെ പാരമ്പര്യം പറയാൻ കഴിയുന്ന ഒരു മണ്ണിനാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന മണ്ണിന്റെ വലിപ്പം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്ഥലം പോലെയല്ല ഈ ചിലങ്കോട്. കാരണം ഇവിടെയാണ് മദീനയുടെ നറുമണം കിടക്കുന്നത്. അസ്ഹാബുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെയാണ് റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഇവിടെ കിടക്കുന്ന മനുഷ്യനെയാണ് അല്ലാഹു തൃപ്തിപ്പെട്ടെന്ന് പറഞ്ഞത്. ഇവരാണ് മുത്തുനബിയുടെ ഭൂവദനത്തെ കണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങള്, കേരളത്തിന്റെ എല്ലാ മണ്ണും പോലെയല്ല ഈ സ്ഥലത്ത് കിടക്കുന്ന മണ്ണ്. ആരൊക്കെ നിരാകരിച്ചാലും മണ്ണിന് ബഹുത്വമുണ്ട്. കാരണം എന്താ? മൂസാ നബി തൂർ സീനാ പർവ്വതത്തിലേക്ക് കയറാൻ പോയപ്പോ അല്ലാഹു പറഞ്ഞില്ല, മൂസാ ചെരുപ്പഴിക്കണേ മൂസാ. ആ മണ്ണിന് ചെരുപ്പിട്ടിട്ട് പടക്കാൻ പാടില്ല, അത് പവിത്രതയുള്ള മണ്ണാണ്. എന്താണ് ആ മണ്ണിന്റെ പവിത്രത? ഇന്നും ഈജിപ്തിൽ ചെന്നാൽ മൂസാ നബി ചെരുപ്പടിച്ചിട്ട് കയറിയ തൂർ സീനാ പർവ്വതം കാണാം. ആ പർവ്വതത്തിന്റെ ചരൽക്കല്ലുകളും അതിന്റെ താഴത്തെ ചരൽക്കല്ലുകളും തമ്മിൽ വ്യത്യാസമില്ല. പക്ഷേ വ്യത്യാസമേടെന്നറിയുമോ? ബനൂ ഇസ്രായേലിൽപ്പെട്ട 40 പ്രവാചകന്മാർ ആടിനമേച്ച് നടന്ന സ്ഥലമാണത്. അവരുടെ കാൽപ്പാടം തൊട്ട സ്ഥലമാണത്. അതുകൊണ്ടത് പവിത്രമാണ്, അതുകൊണ്ട് പവിത്രമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഇച്ചിരങ്കോട് ജനിച്ചിട്ടൊരാൾ കള്ളു കുടിച്ചാൽ, അവൻ കഞ്ചാവ് വലിച്ചാൽ, അവൻ പാപം ചെയ്താൽ എല്ലാ മണ്ണിലും ചെയ്തവനെ പോലെയല്ല. ഹബീബായ നബി തങ്ങളുടെ റിസാലത്തിന്റെ പൂങ്കരങ്ങളിൽ തൊട്ട മഹാമാര് കാലടിപ്പാദത്തിന്റെ സ്പർശനം കിട്ടിയ ഈ മണ്ണിന് നെത്തിട്ടാണ് നീ ഇത് ചെയ്തതെങ്കിൽ ഹറാമിന്റെ തെറ്റും നിനക്ക് കിട്ടും. അല്ലാഹു ആദരിച്ച ഭൂമിയെ അനാദരിച്ചതിന്റെ പ്രതിഫലവും നാളെ പരലോകത്തേറ്റേണ്ടി വരുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ മണ്ണൊരു വല്ലാത്ത മണ്ണാണ്. ഇവിടെ നിന്നവന് ഭാഗ്യവാനാണ്. കാരണമേതെന്നറിയോ? ഈ മണ്ണിൽ അകന്തരിച്ച മഹാനായ റാഫി ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ മുത്തുനബിയെ കണ്ടതാണ്. ആരാണ് മുത്തുനബി? മദനമനമുടി അഴകും നബിയുടെ മധുകുമുല ചെയ്തു മുടിയുമോ? ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? കബിയേ ബുലന്ദി ഹേ കൂഹേ സഫാ ഹേ, കബിയേ തജല്ലി താരേ कबिए बुलंदी है कूहे सफा है, कबिए तजल्ली तारे गिरा है. താറുഹിറായിലെ വെളിച്ചമായി വന്ന ആയിഷ ബീവിയുടെ മടിയുടെ നിലാവായി വന്ന ലോകത്തിന്റെ മുത്തേ നബിയുനാ റസൂലുള്ളാഹ് ഹബീബി വഫുആദി വസനദി
വമആദി നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയത്ത് നാട്ടിലൂടെ നടക്കുമ്പോഴാണ് ഒരു കൊച്ചു വീട്ടിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. മോളെ പാലിൽ വെള്ളം ചേർക്കും മോളെ. ഇല്ല ഉമ്മ, ഉമർ കാണുമമ്മ. മോളെ ഉമർ ഉറക്കത്തിലാണല്ലോ മോളെ, പാലിൽ വെള്ളം ചേർക്കും മോളെ. ആ സമയത്താണ് കൗമാരക്കാരക്കാരി പെണ്ണിന്റെ മറുപടി, ഉമ്മ ഇതാ കാന ഉമറുനായിമൻ ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബുറങ്ങില്ലല്ലോ ഉമ്മ. ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബുറങ്ങില്ലല്ലോ ഉമ്മ. ഈ ശബ്ദം കേട്ട് ഉമർ റളിയല്ലാഹു തആല വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇതുവരെ നിങ്ങളെ കഥ കേട്ടതാണ്. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഖലീഫ ഉമർ റളിയല്ലാഹു തആല കൊച്ചുകുടിലിന്റെ വീട്ടു മുമ്പിലെത്തി വാതിലിൽ മുട്ടി. വാതിൽ തുറന്നിട്ട് ഉമ്മ നോക്കുമ്പോ നാട് ഭരിക്കുന്ന ഉമറാണ്. ഞെട്ടിത്തെരിച്ചുപോയി. ആരാണ് സുബഹി കഴിഞ്ഞ് തന്റെ കുടിലിന്റെ മുമ്പിൽ നിൽക്കുന്നത്? കിസ്റ കൈസറിനെ കിടുകിടാ വിറപ്പിച്ച കിസ്റ ഭരിക്കും കൈസറും ഞെട്ടുന്നതാ. മിസ്ര മുഖൗഖിസ് കേട്ടുടൻ വിറക്കുന്നതാ. ഉമർ റളിയല്ലാഹു തആലയാണ് നിൽക്കുന്നത്. കൗമാരക്കാരപ്പാരി പെണ്ണ് വന്നപ്പോ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, പെണ്ണേ ഇന്നലെ രാത്രിയിൽ ഉമ്മ പാലില് വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ അല്ലാഹുവിനെ ഭയന്നിട്ട് മാറി നിന്ന പെണ്ണേ, നീ വരുന്നോ ഉമറിന്റെ വീട്ടിലേക്ക്? ഞെട്ടിത്തരിച്ചു നിന്ന പെണ്ണിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവത്രേ, തന്റെ മകനായ നാഫി റളിയല്ലാഹു അൻഹുവിന് ആ പൊന്നുമോളെ വിവാഹം ആലോചിച്ചിട്ട് കെട്ടിച്ചു കൊടുത്തു. മഹാനായ സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കാരണം എന്തെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിനറിയാ പാതിരാ സമയത്ത് വെള്ളം ചേർക്കാൻ, പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ അല്ലാഹുവിനെ ഭയന്നിട്ട് പേടിച്ചു നിന്ന ആ പെണ്ണ് തന്റെ മകന്റെ കിടപ്പറയിലേക്ക് വേറൊരു ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തില്ല. എത്ര വർഷം തന്റെ മകൻ കിടപ്പറയിൽ നിന്ന് മാറി നിന്നാലും വേറൊരുത്തനെ ആ കിടപ്പറയിലേക്ക് ഈ പെണ്ണ് വിളിച്ചു വരുത്തില്ലെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉറപ്പാ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിനെ പേടിച്ചിട്ട് ജീവിക്കുന്ന, പടച്ചറപ്പിനെ പേടിച്ചിട്ട് ജീവിക്കുന്ന, പടച്ചറപ്പിനെ ഭയന്നിട്ട് ജീവിക്കുന്ന മഹാനായ ഖാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് 30 വർഷക്കാല സ്ഥിര സന്ദർശകനായിരുന്നു മഹാനായ ശക്കീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു. 30 വർഷം തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ടും തനിക്ക് വെള്ളമൊടിച്ചു തന്നത് ആണാണോ പെണ്ണാണോ എന്നറിയില്ലായിരുന്നു മഹാനായ ശക്കീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹുവിന്. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പ്രയാസമാണ്. 30 വർഷക്കാലം തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയിട്ട് ആണാണോ പെണ്ണാണോ വെള്ളം ഒഴിച്ചതെന്ന് അറിഞ്ഞില്ല. കാരണം അള്ളാഹുവിനെ പേടിച്ചിട്ട് നോക്കിയില്ല. നമുക്ക് 3 സെക്കൻഡ് വേണം ആണാണോ പെണ്ണാണോ എന്നറിയാം. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ കേൾക്കി നിങ്ങൾ എന്താ അള്ളാഹുവിനെ പേടിയില്ല? അള്ളാഹുവിനെ പേടിയില്ല നിങ്ങൾക്ക്? 30 വർഷക്കാലം കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ട് തനിക്ക് വെള്ളം ഒഴിച്ചു തന്നത് ആണാണോ പെണ്ണാണോ എന്നറിയില്ലായിരുന്നു. ആർക്ക്? ശക്കീഖുൽ ബൽഖി. ഇതാണ് മഹാന്മാരുടെ സൂഫിസം. നമുക്കിതൊക്കെ കേൾക്കുമ്പോ ഒരുമാതിരി കലിയാണ്. നമ്മളൊക്കെ നവജാഗരണത്തിന്റെ പിടിയിലാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇതാണ് തസ്കിയത്ത്, ഇതാണ് തസ്കിയത്ത്. അറിയില്ല. ഒരു ദിവസം മഹാനായ ശക്കീഖുൽ ബൽഖി റളിയല്ലാഹു തആല വീട്ടിൽ വന്നപ്പോ, ഇന്ന് നോക്കു കുട്ടികളെ, ഞാൻ ഈ ആയത്ത് മാത്രം ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. ഇപ്പൊ എന്നെക്കാളും ഗ്രാമമുള്ളവരൊക്കെ സദസ്സുണ്ടാവും, അവരെ തൽക്കാലം നോക്കണ്ട. ഇപ്പൊ എന്നെ നോക്കാം. 30 വർഷക്കാലം വന്നിട്ട് അറിയില്ല ആണാണോ പെണ്ണാണോ. ഒരു ദിവസം മഹാനായ ശക്കീഖുൽ ബൽഖി റളിയല്ലാഹു തആല വീട്ടിൽ വന്നപ്പോ ഖാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല വസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വന്ന് വാതിലിൽ മുട്ടി. വാപ്പ പറഞ്ഞു പെമ്മക്കളോട്, വീട്ടിലിരുന്ന പെമ്മക്കളോട്, ഇതൊന്നും നമുക്ക് മനസ്സിലാവൂല്ല. ഇതൊക്കെ എല്ലാം പെണ്ണാണെന്ന് കരുതുന്ന ഒരു ലോകത്തിന് മനസ്സിലാവൂല്ല. പ്രണയമെന്ന 3 അക്ഷരത്തെ കാമമെന്ന 2 അക്ഷരം കൊണ്ട് പൊതിഞ്ഞ ലോകം.
ആ ലോകത്ത് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാം പ്രണയം. സ്ത്രീകളുടെ അടുക്കലേക്ക് ബക്കറ്റ് തന്നു വിടുന്നുണ്ട്. ഞാൻ അതിനൊന്നും പറയേണ്ട കാര്യമില്ല. ഇത്രയും നല്ലൊരു സ്ഥലത്തിന് ഇപ്പൊ സദസ്സ് കൊടുക്കുന്നതിനേക്കാൾ വലിയ മഹത്വമൊന്നും ഇല്ല. അവസാനത്തെ ദുആയിൽ പങ്കെടുത്ത എല്ലാവരും അതിലേക്ക് ഒരു നല്ല സദസ്സ് കൊടുത്തു വിടും. സ്ത്രീകൾ എവിടെ ഇരിക്കുക? എന്റെ അപ്പുറം എന്ത് പറയാ? ഇവിടെ വന്നിട്ട് സ്വർണം പൊട്ടിച്ചാ പിന്നെ ഇപ്പൊ എന്താ പറയാ? തീക്കട്ട ഉറുമ്പരിക്കണം. ഇവിടെ വന്നിട്ട് സ്വർണം പൊട്ടിച്ചാ പിന്നെ ഇപ്പൊ എന്താ പറയാ? അത് ഇവിടത്തെ കുഴപ്പമല്ല. പണ്ട് നിസ്കരിക്കാൻ വേണ്ടി വന്ന ഒരാൾ പള്ളിയിലെ ക്ലോക്ക് പൊട്ടിച്ചോണ്ട്, അപ്പൊ ആരോ ചോദിച്ചു പള്ളിക്കല ഖത്തീബിനോട്, ഉസ്താദല്ലേ പറഞ്ഞത് ഇന്ന സലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം എല്ലാ മോശമായ കാര്യങ്ങളെ കൊണ്ട് തടയും, എന്നിട്ട് നിസ്കരിക്കാൻ വന്നവൻ ക്ലോക്ക് പൊട്ടിച്ചല്ലോ. അപ്പൊ ഖത്തീബ് പറഞ്ഞു, അവൻ നിസ്കരിക്കാൻ വന്നിട്ട് ക്ലോക്ക് പൊട്ടിച്ചതല്ല, അവൻ ക്ലോക്ക് പൊട്ടിക്കാൻ വേണ്ടി വന്നിട്ട് നിസ്കരിച്ച. അവൻ വന്നത് ക്ലോക്ക് പൊട്ടിക്കാനാണ്. അപ്പൊ അവിടെ നിസ്കാരം നടക്കുന്നുണ്ട്. അവൻ അവരുടെ കൂടെ പോയി നിസ്കരിച്ചിട്ട് പോയപ്പോ ക്ലോക്ക് പൊട്ടിച്ചോണ്ട് പോയി. അപ്പൊ നിസ്കരിക്കാൻ വന്നവൻ ക്ലോക്ക് പൊട്ടിച്ചല്ല, ക്ലോക്ക് പൊട്ടിക്കാൻ വന്നവൻ നിസ്കരിച്ച. അപ്പൊ ഇവിടെ സിയാറത്തിൽ വന്ന ആള് പൊട്ടിച്ചല്ല, പൊട്ടിക്കാൻ വന്ന ആള് കൂടെ ഒന്ന് സിയാറത്തിൽ. ഞാൻ അങ്ങനെ മനസ്സിലാക്കി. കാരണം അത്ര ഒരു ആഗ്രഹത്തോടെ വന്ന ഒരാൾ ഇവിടെ വെച്ചിട്ട് ആ പണി ചെയ്യൂല. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ആദരവ്. എന്താ ഞാൻ പറഞ്ഞു വന്നത്? എന്താ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞ? നിങ്ങൾക്ക് തോന്നണുണ്ടോ എനിക്ക് മറന്നിട്ടാ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ആ ശക്കീഖുൽ ബൽഖി റളിയല്ലാഹു തആല 30 വർഷക്കാലം എന്റെ ചെറുപ്പക്കാരാണല്ലോ, കൂടുതൽ എല്ലാവർക്കും പ്രണയമാണ്. പ്രണയം. പെണ്ണിനെ കാണാതെ എങ്ങനെ ജീവിക്കും ഉസ്താദേ ചോദിച്ചാൽ, ജീവിക്കാൻ പറ്റൂടോ കുട്ടിയെ? അതിന് തസ്കിയത്ത് കിട്ടണം. അതിന് മുറബിയായ ശൈഖിന്റെ തർബിയത്ത് കിട്ടണം. എന്നാ പറ്റും. അല്ലാതെ നീ ഇങ്ങനെ ഒരുമാതിരി നാൽക്കാലി വലകാലിയെ പോലെ നടക്കൂലിയ. അത്യാവശ്യം നിസ്കാരം ഉണ്ട്, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ല. ഒരു മുറബിയായ ശൈഖിന്റെ തർബിയത്ത് തസ്കിയത്ത് കിട്ടിയാൽ നോക്കാതെ നടക്കാൻ കഴിയും. അതാണ് മഹാന്മാരുടെ പാഠം. നിങ്ങൾ വിചാരിക്കുക പ്രണയം ഉസ്താദ് ഈ പ്രണയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രണയില്ലാത്ത ആരെങ്കിലും ഉണ്ട്? എവിടെ ഉണ്ട്? ഒരു വാതിന് എന്നെ വിളിക്കാൻ വേണ്ടി വന്നൊരു കുട്ടി, വലിയ നിസ്കാരമൊക്കെയാണ്. അവനാണ് വാതിനെ വിളിക്കാൻ നേരത്ത് വാതിലൊക്കെ പോയി, അവന്റെ നാട്ടിൽ വാതിന് പോയി. എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ഉസ്താദേ എനിക്ക് വേണ്ടി കാര്യമായിട്ടൊന്ന് ദുആ ചെയ്യണേ. ഞാൻ വെച്ചാൽ എന്ത്? അല്ല എന്നെ ഒന്ന് പൊക്കി പറഞ്ഞേക്കണോന്ന് സ്റ്റേജിൽ. ഞാൻ വെച്ചാൽ അതെന്തല്ല, ഞാൻ നല്ലവനാണ്, നല്ല ഇതാന്നൊക്കെ പറയണേ. ചേട്ടാ എന്റെ കുട്ടിയെ കാര്യം എന്താ? എന്റെ കാമുകി വാത് വെക്കാൻ വന്നിട്ടുണ്ട് ഉസ്താദെ, അവളുടെ മുമ്പിൽ ഉസ്താദ് ഒന്ന് പറഞ്ഞ. ഇത് ഞാൻ വെറുതെ പറയല്ല, എന്റെ അടുത്തൊരാള് പറഞ്ഞ. അപ്പൊ ഞാൻ ഓർത്തുപോയി, പടച്ചോനെ എന്താ ഇപ്പൊ കഥ? എന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പൊക്കി പറഞ്ഞ. അവളുടെ വീട്ടുകാരൊക്കെ ഉണ്ട്, അവർക്ക് അറിയാം. ഉസ്താദൊന്ന് പറയുകയാണെങ്കിൽ കാര്യങ്ങള് ഇതിപ്പോ ഇല്ലാതെ. ഇത് പണ്ടുണ്ടായിരുന്നു പ്രണയം എന്നാ ഉണ്ടാകാതെ. ഇരുവേറ്റിപ്പുഴയിൽ നിന്റെ മൊയ്തി മരിച്ചപ്പോഴാ പ്രണയം ഉണ്ടായത്. അപ്പോഴാണ് എന്താ നിങ്ങൾ കരുതിയത്? എന്താ ചെറുപ്പക്കാരെ, ഇതൊന്നും ഇല്ലാതിരുന്ന ഒന്ന് പുതുതായിട്ട് വന്നുകൊണ്ട് പിഴച്ചു പോയതൊന്നല്ല. സഹാബത്ത് ജീവിച്ചതിന്റെ നടുവിലാണ്. ലോകത്തിലെ ആദ്യത്തെ പ്രണയത്തെ കുറിച്ച് പറഞ്ഞതാരാ? ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ ബുഖാരി ഓതി? ബുഖാരി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ഹദീസ് ഏതാ? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇല ദുനിയാ യുസിബുഹാ അവ ഇംറഅതൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ, ആ ഹിജ്റ പോയവന്റെ കൂട്ടത്തിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ കാമുകൻ ഇവളെ കല്യാണം കഴിക്കാൻ തന്റെ കാമുകി പോയതുകൊണ്ട് കാമുകനും ഹിജ്റ പോയി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞത്, നീയത്തനുസരിച്ചാണ് അമലുകൾക്ക് പ്രതിഫലം കിട്ടുക. ആരെങ്കിലും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഹിജ്റ പോയാൽ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും.
കിട്ടും. അതല്ല അഭിമ്രത്തനെ എനിക്ക് നിന്റെ പെണ്ണിനെ കല്യാണം കഴിക്കാനാണെങ്കിൽ അവനൊരു പ്രതിഫലവുമില്ല. കാമുകി പോയ കൂട്ടത്തിൽ നാടും വീടും വിട്ടിട്ട് കാമുകിക്ക് പുറകെ പോയ ആളുകൾ അഭിവായ മുത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കരുതി കാമുകിക്ക് വേണ്ടി എല്ലാം വലിച്ചെറിയുന്ന ആളുകൾ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ പിന്നെയും പ്രണയമുണ്ടായിട്ടുണ്ട്. ലൈലയുടെയും മജ്നൂന്റെയും പ്രണയം ക്ലാസിക പ്രണയമാണ്. ചങ്ങമ്പുഴയും രമണനും പറഞ്ഞതിനേക്കാളേറെ തിരിക്കണോ അവർക്ക് ആ പ്രണയം നന്നായിട്ടറിയാം. തല്ലാഹി ഞാൻ ഓതിയിട്ട് 18 വർഷം പിന്നെ നോക്കിയിട്ടില്ല. ലൈലയെ മജ്നൂൻ പ്രേമിച്ചു. എന്താ കുട്ടികളുടെ ഒരു ആകാംക്ഷ കേൾക്കാൻ? മോനെ ആ കാലഘട്ടത്തിലെ പ്രണയമാണ്. ഓർമ്മയില്ല ലൈല ലൈല ليلى وما ليلى ولم أر مثلها بين السماء والأرض ذات إقاسي. ഞാൻ ഉദ്ദേശിച്ചത് ആ ബൈത്തല്ല. ലൈലയെ നോക്കിയിട്ട് മജ്നൂൻ പറഞ്ഞത്രേ വകൈഫ തറാ ലൈല ബിഐനിന തറാ ബിഹാ സിവാഹാ ഫമാ തഖറത് ബിൽ മദാമിഇ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ ലൈലയല്ലാതെ വേറൊരു പെണ്ണിനെ നോക്കിപ്പോയാൽ പിന്നെ എന്റെ പ്രേമവാദനമായ ലൈലയെ കാണണമെങ്കിൽ കണ്ണുനീര് കൊണ്ട് എന്റെ കണ്ണിന്റെ അശുദ്ധിയെ കഴുകി മാറ്റിയിട്ടല്ലാതെ എനിക്കെന്റെ ലൈലയെ കാണാൻ കഴിയില്ല. ഞാൻ വേറൊരു പെണ്ണിനെ നോക്കിയിട്ട് എന്റെ ലൈല എന്ന കാമുകിയെ വഞ്ചിച്ചുവല്ലോ. ഇനി ലൈലയല്ലാത്തൊരു പെണ്ണിനെ കണ്ടാൽ എനിക്കിനി ലൈലയെ കാണണമെങ്കിൽ കണ്ണുനീര് കൊണ്ട് എന്റെ കണ്ണിനെ കഴുകി വൃത്തിയാക്കേണ്ടി വരുമെന്ന് ഈ ബൈത്ത് എഴുതിയിട്ട് ഇമാമുന ഗസ്സാലി റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. എടാ ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന കണ്ണുകൊണ്ട് ഹറാമ് മുഴുവനും കണ്ടിട്ട് ഇനി ആ റബ്ബിന്റെ ലിഖായിനെ കാണണമെങ്കിൽ കണ്ണുനീര് കൊണ്ട് നിന്റെ കണ്ണിനെ കഴുകി ശുദ്ധിയാക്കാതെ ഹറാമ് കണ്ട കണ്ണുകൊണ്ട് എങ്ങനെയാ നിന്റെ റബ്ബിന്റെ ലിഖായിനെ കാണാൻ കഴിയുക? ഞാൻ ഈ പറഞ്ഞത് ഈ പ്രണയമുണ്ടായിട്ടുണ്ട്. ഇംറുൽ ഖൈസ് പ്രണയിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയ അശ്ലീലമായ പ്രണയമായിരുന്നു ഇംറുൽ ഖൈസിന്റെ പ്രണയം. സബൂൽ മുഅല്ലഖയുടെ 1-ാം ഭാഗത്തിൽ ഇംറുൽ ഖൈസിന്റെ പ്രണയമാണ്. ഉസ്താദന്മാരോട് ചോദിച്ചാൽ അറിയാം, ഇത്ര അശ്ലീലമായ പ്രണയം ലോകത്ത് നടന്നിട്ടില്ല. ഫമിതിലൂകി ഹുബിലാക തറക്തു വമുറലേ ഫൽഹൈതു ആനദേ തമായിബി മുഗിയരി എന്ന് കാമുകിയെ നോക്കിയിട്ട് ഹറാമ് പാടിയ പ്രണയ നായകന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് പ്രണയത്തെ കുറിച്ചല്ല. ഞാൻ പറയുന്ന പ്രണയമേടെന്നറിയോ? തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് 30 വർഷക്കാലം കടന്നുപോയിട്ട് തനിക്ക് വെള്ളമൊഴിച്ചു തന്നത് ആണാണോ പെണ്ണാണോ എന്നറിയില്ല. മഹാനായ ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു ദിവസം തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയപ്പോ മഹാനായ ഖാത്തമുൽ അസ്മ റളിയല്ലാഹു തആല ഡ്രസ് മാറുകയാണ്. വാതിലിൽ മുട്ടിയപ്പോ പെൺമക്കളോട് പറഞ്ഞു, മക്കളെ വാതിൽ പടിയിലാരെന്ന് നോക്ക്. മക്കള് പോയി വാതിൽ തുറന്നു നോക്കുമ്പോ മഹാനായ ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു തആല എന്ന ചെറുപ്പക്കാരൻ നിലത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ണു തുറന്നിട്ടില്ല. ഓടി ചെന്ന് പെൺമക്കൾ വാപ്പയോട് പറഞ്ഞത്ര, വാപ്പ വാതിൽ മുട്ടിയടാരെന്നറിയോ? സാഹിബുക്കൽ അഅ്മാ സാഹിബുക്കൽ അഅ്മാ, അങ്ങയുടെ അന്ധനായ കൂട്ടുകാരനാണ് നബിയേ. ഇത് കേൾക്കാനത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്വപ്നത്തിന് പോലും നിങ്ങൾക്ക് ഈ വാക്ക് ചിന്തിക്കാൻ കഴിയില്ല. ആണവர்கள் വന്നു നോക്കുമ്പോ ഖാത്തമുൽ ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു ആണ്. പൊന്നുമക്കളെ, അത് അന്ധനല്ല. 30 വർഷക്കാലം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കണ്ണു തുറന്നിട്ട് നിങ്ങളുടെ മുഖത്തേക്കൊന്നും നോക്കാത്ത ചെറുപ്പക്കാരനെ അന്ധനാണെന്നാണ് അവർ ധരിച്ചിരുന്നത്. 30 വർഷക്കാലം വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ മുഖത്തോട്ട് നോക്കാത്ത ചെറുപ്പക്കാരനെ അന്ധൻ എന്ന് ധരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മഹാനായ ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ ഹറാമുകൾ കാണാതെ കണ്ണുതാഴ്ത്തി നടക്കുമ്പോ കാണുന്ന ആളുകൾ പറയും, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അമാ, യാ
അന്ധതയിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, 30 വർഷക്കാലം പെൺമക്കളുടെ മുഖത്ത് നോക്കാത്ത ചെറുപ്പക്കാരനുണ്ടായിരുന്നെങ്കിൽ എന്തേ നമുക്ക് ആ ബോധം വേണ്ടേ? പാതിരാവിന്റെ നിശബ്ദതയിൽ പാവപ്പെട്ട ഭർത്താവ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ നിനക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി പാവപ്പെട്ട ഭർത്താവ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഗൾഫുകാരന്റെ ജീവിതം കഷ്ടമാണ്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ റമളാനില് മഹാനായ ശൈഖ് ഖലീഫയുടെ അതിഥിയായി പോകവേ അന്ന് ഞാൻ ഷാർജയിലൊരു നട്ടുച്ച നേരം എന്റെ കൂട്ടുകാരൻ ഷാർജ KMCCയുടെ പ്രസിഡന്റ് ഖാദർ ചക്കനാത്തിന്റെ കൂടെ നട്ടുച്ച നേരത്ത് കടന്നു പോകവേ ചുട്ടുകൊള്ളുന്ന വെയിലാണ്. ഞാൻ അവിടെ നിന്ന് വാഹനത്തിന്റെ ഡോറ് തുറന്നപ്പോ ഞാൻ എന്റെ അടുക്കലേക്ക് തീക്കാറ്റിങ്ങനെ ആഞ്ഞു വീശിയപ്പോ ഞാൻ പറഞ്ഞു വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. വെളിയിലേക്ക് നോക്കുമ്പോ നട്ടുച്ച നേരത്തിന് കടയിൽ ജോലി ചെയ്യുന്ന ഒരു താടി നിറച്ചൊരു മനുഷ്യൻ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, വാക്കവിയല്ലേ? അതെ ഉസ്താദേ, ദുആ ചെയ്യണേ. ഗൾഫിൽ വന്നിട്ട് 22 വർഷമായി 5 പെൺമക്കളെ ഇനിയും കെട്ടിക്കാൻ ബാക്കി കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പ്രിയപ്പെട്ട പെങ്ങള്, അടുത്ത മാസം എന്റെ മോളുടെ കല്യാണമോ ഉസ്താദേ, സ്വർണ്ണ കുറേയൊക്കെ ഞാൻ സ്വരുക്കൂട്ടിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, കല്യാണം നടക്കാൻ വേണ്ടി നിന്റെ പാവപ്പെട്ട പിതാവ് ഒരു പുരുഷായുസ് മുഴുവനും കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സ്വർണ്ണം കൊണ്ടുവന്ന് നിന്റെ കഴുത്തിലിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു വരുന്ന പുതിയ ആപ്ലയുടെ കയ്യിൽ തന്നെ മകളെ പിടിച്ചു കൊടുക്കാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്ന പിതാവിന്റെ മുമ്പിൽ ബൈക്കിൽ വന്ന ചെറുപ്പക്കാരന്റെ പുറകിൽ കയറി മാതാപിതാക്കളുടെ ഹൃദയത്തിൽ തീക്കട്ട കോരിയുണ്ട് ഓടിപ്പോയ മുസ്ലിം പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അവസാനം അവന്റെ കാമത്തിന്റെ പേക്കൂട്ട് കിടന്നിട്ട് വേശ്യാലയത്തിന്റെ വാലിലോട്ട് വലിച്ചെറിയപ്പെട്ട 100 കണക്കിന് മുസ്ലിം പെൺകുട്ടികൾ അന്യമതത്തിന്റെ ചെറുപ്പക്കാരെ സ്നേഹിച്ചും പ്രേമിച്ചും അവന്റെ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് ഇറങ്ങിപ്പോയി. അവസാനം വേശ്യാതെരുവുകളിൽ അലഞ്ഞു നടക്കുന്ന 100 കണക്കിന് മുസ്ലിം പെൺകുട്ടികളുണ്ടെങ്കിൽ എന്റെ പെങ്ങളെ, നിന്നെ നിസ്കാരത്തടമ്പ് നടക്കേണ്ട നെറ്റിട്ടുണ്ട്. എന്തിനാണ് കുങ്കുമപ്പൊട്ട് ചാത്തിയത്? എന്തിനാണ് ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞത്? അല്ലാഹു പറയാ, നീ ഏത് തെമ്മാടിത്തരം കാണിച്ചാലും പാതിരാത്രിയിൽ വാട്സപ്പില് ഫേസ്ബുക്കില് ചാറ്റ് ചെയ്താലും അതാരും കാണുന്നില്ലെന്ന് നീ കരുതണ്ട. വഇന്നലൈക്കും ലഹാഫിളീൻ, ആയത്തിന് അവസാനം പറയാ, വഇന്നലൈക്കും ലഹാഫിളീൻ, നിന്നെ നിരീക്ഷിക്കാൻ കുറെ നിരീക്ഷകരെ ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിന്നെ നിരീക്ഷിക്കാൻ നീ ചിന്തിക്കണ്ട, ആരും അറിയുന്നില്ല. നിന്നെ നിരീക്ഷിക്കാൻ കുറെ നിരീക്ഷകരുണ്ട്. ഇവിടെ അസ്രഫി പറഞ്ഞല്ലോ, CCTV വെച്ചിട്ടുണ്ട്, കണ്ടാലും പിടിക്കും. അപ്പൊ മിക്കവാറും കട്ടെടുത്തവൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? എവിടെ ഇങ്ങോട്ട് നിർത്താറായോ? ഇല്ലേ? പടച്ചോട്ടങ്ങൾ പറയണേ, എന്നങ്ങോട്ട് നോക്കാൻ. എടാ മോനെ, നിനക്ക് നിരീക്ഷകരെ, ഇതാണ് ഖുർആൻ മനുഷ്യനോട് പറഞ്ഞത്. മനുഷ്യ, നീ പക്ഷിയെയും പറവയെയും പോലെയല്ല, നിരീക്ഷകരുള്ളത് നിനക്ക് മാത്രമാണ്. CCTV ഇവിടെയല്ല. ഇവിടെ CCTV ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയാണ്. കാരണം എന്താ? അത് കുടുങ്ങും, പിടിക്കും. ഇന്ന് ഏത് ചായക്കടയുടെ മുമ്പിൽ പോയാലും അറിയാം നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിൽ. അപ്പൊ തന്നെ നമ്മൾ പെട്ടെന്ന് അറ്റൻഷൻ ആവും, പെട്ടെന്ന് ഒരു അറ്റൻഷൻ ആവും. എവിടെ നോക്കിയാലും കാണാം നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഒന്നും അല്ലെങ്കിൽ നമ്മൾ മുടിയൊക്കെ ഒന്ന് മേപ്പോട്ട്, ചിരിയൊക്കെ ഒന്ന് ജെല്ലൊക്കെ തേച്ച് മേപ്പോട്ട്. കാസർഗോഡുകാർ എവിടെ കണ്ടാലും അറിയാം. കാരണം എപ്പോഴും മുടി അർശന്റെ നേരെ വെക്കും. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞിരിക്കാന്നുള്ള പരിപാടി വളരെ വിരളമാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ധാരാളം കാസർഗോഡുകാരുണ്ട്. കാസർഗോഡുകാർ മുഴുവൻ ഏറ്റവും നല്ല ഹോട്ടൽ ഇട്ടിരിക്കുന്ന തിരുവനന്തപുരത്ത്. എന്നാൽ കാസർഗോഡ് നല്ലൊരു ഹോട്ടൽ ഇല്ലതായിരുന്നു. തിരുവനന്തപുരത്ത് ഞാനൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഹോട്ടലുകളുണ്ട്. അവിടെ എല്ലാം കാസർഗോഡ് നല്ല രുചികരമായ ഭക്ഷണമാണ്. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന്റെ അവിടെ, ഇവിടെ ഒക്കെ എല്ലാം കാസർഗോഡ്. സംസം, ഉപ്പള, അബ്ദുല്ലാജിയുടെ സംസം, എല്ലായിടത്തും സ്ഥിരമായിട്ട് ഞങ്ങൾ പോകുന്ന ഹോട്ടലാണ്. ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. വളരെ രുചികരമായ ഭക്ഷണമാണ്. എല്ലാം തിരുവനന്തപുരത്താണ്. എന്നാൽ ഇവിടെ ഒട്ടും നല്ലൊരു രുചികരമായ ഹോട്ടൽ. എന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങോട്ട് നോക്കി. അതെന്തുകൊണ്ടാണെന്നറിയാവോ? തിരുവനന്തപുരത്തുകാർ നല്ല ആളുകളാണ്, കൊല്ലംകാരന്മാരല്ല. എല്ലാം പോലെ നബിയെ മക്കക്കാര് സ്വീകരിച്ചല്ലോ, നബിയങ്ങളെ മദീനക്കാരാണ് സ്വീകരിച്ചത്. എന്താ വ്യത്യാസം? മക്കയും മദീനയും തമ്മിൽ വ്യത്യാസം.
മക്കാര് കച്ചവടക്കാരൻ ലാഭം കിട്ടുന്ന മാത്രം എടുക്കും. അതാണ് കച്ചവടക്കാരന്റെ പ്രത്യേകത. കച്ചവടക്കാരൻ ഒരു ചരക്കെടുത്താൽ അവൻ എന്തുണ്ടാവണം? ലാഭം ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചാൽ അബൂലഹബിനും കൂട്ടർക്ക് നഷ്ടമാണ്. കാരണം അബൂലഹബ് അന്ന് കഅബാലയത്തിലെ പൂജാരിയാണ്. പക്ഷെ മദീനക്കാര് കർഷകൻ അങ്ങനെയല്ല, ലാഭം നോക്കിയിട്ടല്ല കൃഷി ഇടുക, ഇടും നട്ടു വളർത്തും വിദ്യകൾ കിട്ടി. അതുകൊണ്ടാണ് മദീനക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പെട്ടെന്ന് സ്വീകരിച്ചത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, സിവിലൈസേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇനിയുള്ള ബോധം വലിയ ബോധമാണ്. അള്ളാഹു പറയാണ്, മനുഷ്യ നീ അള്ളാഹുവിൽ നിന്ന് ഇങ്ങനെ വഞ്ചിതനായി നടക്കുന്നുവോ? ഇല്ല. ഇതെവിടം വരെയാ നീ പോവുക? എവിടം വരെയാ നീ ഈ വഞ്ചനയായിട്ട് ആര് കാണുന്നില്ല എന്ന് കരുതിയിട്ട് നീ പോണത് എങ്ങോട്ടാണ്? അള്ളാഹു പറയാണ്, എല്ലാം അവസാനിക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ടല്ലോ. അന്നാണ് നിന്റെ ജീവിതത്തിൽ എല്ലാം പരിസമാപ്തി കൊടുക്കുക. നിന്റെ ജീവിതത്തിന് അവസാനം കൊടുക്കുന്ന മരണം വരാനുണ്ടല്ലോ. ആ മരണം നിന്നെ തേടിയെത്തുമ്പോ, മരണം നിന്നെ മാടി വിളിക്കുമ്പോ, നിന്നെ മൂക്കിലേക്ക് പഞ്ഞി വെക്കുന്ന ദിവസം. പഞ്ഞി പറഞ്ഞൊരു കഥയുണ്ട്. ആദ്യം ആളുകൾ ചെവിയിൽ വെച്ചപ്പോ ആരും എന്നെ ശ്രദ്ധിച്ചില്ല. പക്ഷെ എന്റെ മൂക്കിൽ വെച്ചപ്പോ എല്ലാവരും വന്നിട്ട് എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പഞ്ഞി പറഞ്ഞ കഥയാണ്. പഞ്ഞി ചെവിയിൽ അത്ര പുരട്ടിട്ട് വെച്ചപ്പോ ആരും ശ്രദ്ധിച്ചില്ല. ഇപ്പൊ മൂക്കിൽ വെച്ചപ്പോ എല്ലാവരും എന്നെ തന്നെ വന്ന് കുറിച്ചു നോക്കണം. അങ്ങനെ ചില കഥകളുണ്ട്. 2 വരി മതി, പക്ഷെ ആശയം വലുതാണ്. ഇന്നേ വരെ എന്നെ ശ്രദ്ധിക്കാത്തവനെ തിരിച്ചു നോക്കുകയാണ്. പണ്ട് എലി പറഞ്ഞല്ലോ, കെണിയിൽ വീണപ്പോ എലി പറഞ്ഞൊരു കവിതയുണ്ട്. കെണി വെച്ചത് നീയാന്നറിയാം, എന്നെ കൊല്ലാനാണെന്നും അറിയാം, എന്നിട്ടും വന്ന് കയറിയത് വിശപ്പിനേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും. എലിയുടെ കവിതയാണത്. കെണി വെച്ചത് നീയാന്നറിയാം, എന്നെ കൊല്ലാനുമാണെന്നും അറിയാം, എന്നിട്ടും വന്ന് അറിഞ്ഞോണ്ട് കയറിയത് വിശപ്പിനേക്കാൾ വലുതല്ലല്ലോ വേറൊന്നും ഓർത്തിട്ടാണ്. ഇതൊക്കെ വലിയ സാരാംശങ്ങളാണ്. പഠിക്കണം. വായനയുടെ ലോകം വിശാലമാവണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. സഹോദരങ്ങളെ, മരണം വരുന്നൊരു ദിവസമുണ്ട്. അള്ളാഹു പറയുകയാണ്, നിന്റെ അവസാനം വരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയമേറെ കടന്നുപോയി. ഞാൻ വിചാരിച്ചത് 10 എന്നാണ്, 11 സഹോദരാ, മരണം വരുന്നതിന് സമയമില്ലല്ലോ. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. എല്ലാ സുഖരസങ്ങളുടെയും കാതകനായി 6 മണ്ണിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന മരണം വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. നന്നാവാൻ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു താ ദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരാൾക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ കന്നക തമൂത ഗദാ, നാളെ നീ മരിക്കുമെന്നുറപ്പിക്കുക. ഇന്നെന്റെ അവസാനത്തെ വഴലാണ്, നാളത്തെ ഉറൂസിന്റെ വാതിന് ഞാൻ ഉണ്ടാവില്ല. ഇതെന്റെ ഒടുക്കത്തെ വഴലാണെന്ന് കരുതുക. നാളെയാണ് ബഖൽഫി കരീമാതുൻ അലയ്യാ ബവാഖിയ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വയതറതി. നാളെയാണ് എന്റെ മക്കൾ എന്റെ മയ്യത്തിന്റെ പുറകിൽ കിടന്നിട്ട് ഉപ്പ കണ്ണു തുറക്കുപ്പ, കണ്ണു തുറന്നിട്ട് ഈ പൊന്നുമോളെ ഒന്ന് നോക്കൂ ഉപ്പ എന്ന് വിളിക്കുന്ന ദിവസം. നാളെയാണ് എന്റെ മയ്യത്തിന്റെ പുറകിൽ കിടന്നിട്ട് ഉപ്പ കണ്ണു തുറന്നിട്ട് പൊന്നുമോളെ ഒന്ന് നോക്കുപ്പ എന്ന് എന്റെ മക്കൾ എന്റെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ചു വിളിക്കുന്ന ദിവസം. ഒരാള് 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 2 ലക്ഷം അക്ഷരം നാവീന്ന് വരുമെന്നാണ്. 18 വർഷമായി വിനീതം വളർന്നു തുടങ്ങിയിട്ട് ഈ 18 വർഷം 2 മണിക്കൂർ വെച്ച് കൂട്ടിയാൽ എത്ര കോടാനുകോടി അക്ഷരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോടാനുകോടി അക്ഷരം പറഞ്ഞ അഹമ്മദ് കബീർ 24 അക്ഷരം പറയാൻ മരണസമയത്ത് പൊട്ടിപ്പോയാൽ 24 അക്ഷരം മരണസമയത്ത് പറയാൻ കഴിയണം. മണ്ടൊരു മസ്താനുണ്ടായിരുന്നു. മമ്പാട് മുതൽ മണ്ണാർക്കാട് വരെ പത്തിരിയും ചാറ തിന്നാ തൗഫീഖ് താജബ്ബാറ. പണ്ടൊരു മസ്താനുണ്ടായിരുന്നു.
അദ്ദേഹം എപ്പോഴും പാടിക്കൊണ്ട് നടക്കുമത്രേ. മമ്പാട് മുതൽ മണ്ണാർക്കാട് വരെ പത്തിരിയും ചാറ തിന്നാൻ തൗഫീഖ് താജബ്ബാറ എന്ന് പറഞ്ഞാൽ മമ്പാട് മുതൽ മണ്ണാർക്കാട് വരെ. മമ്പാട് എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ മടിത്തട്ട്, മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ പള്ളിക്കാട് ഖബർസ്ഥാൻ. ആ ഉമ്മാടെ മടിത്തട്ടിൽ ജനിച്ചതുമുതൽ പള്ളിക്കാട്ടിൽ അടക്കുന്നത് വരെ പത്തിരിയും ചാറ 10, 20, 20 ചാറ ഉറുദുവാണ് 4, 24, 24. ഉമ്മാടെ മടിത്തട്ടിൽ വീണത് മുതൽ പള്ളിക്കാട്ടിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് വരെ 24 അക്ഷരം പറയാൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഏതാണ് 24 അക്ഷരം? അലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, എത്ര വലിയ പ്രവാസനത്തിന്റെ ചക്രവർത്തി എന്നല്ല, ഏത് പ്രവാസ ലോകത്തെ കിടകിടാ വിറപ്പിച്ചവനെന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ആരോ അനൗൺസ്മെന്റ് ചെയ്യുന്നത് കേട്ടു, മലബാറിനെ കിടകിടാ വിറപ്പിച്ച പ്രഭാഷകൻ കബീർ ബാക്കവി എന്ന്. അല്ല, മലബാറിനെ കിടകിടാ വിറപ്പിച്ച പ്രഭാഷകനാണ് മഹാനായ തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദാ. ഈ കാസർഗോഡ് ഒരു മഹല്ലില് 20 വർഷം തുടർച്ചയായിട്ട് വഅദ് പറഞ്ഞിട്ടുണ്ട് മഹാനവറുകൾ. അദ്ദേഹമാണ് നമ്മളെ കരയിപ്പിച്ചത്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞേട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരേണ്ടതാ. തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ എന്ന് ഖബർ പറഞ്ഞ് നമ്മളെ കരയിപ്പിച്ച മനുഷ്യൻ ഖബറിലേക്ക് പോയി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏത് ചക്രവർത്തിയായാലും മരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് ആളുകൾ പൊട്ടിക്കരയുമ്പോ ഉറക്കനാവ് കൊണ്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. പിന്നെ നാം അവിടെ നിന്ന് മരണം കഴിഞ്ഞു പോകുന്നത് മഹ്ശറയിലേക്കാണ്. അവിടെയാണ് ഖുർആൻ മനുഷ്യനോട് 2ാമത്തെ ആയത്ത് പറയുന്നത്, എടാ പൊന്നുമോനെ, 6 അടി മണ്ണിൽ കിടന്നിട്ട് നീ വരികയാണ്. പക്ഷേ വഇന്ന അലൈക്കും ലഹാഫിളീൻ, ഈ ദുനിയാവിലെ നിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ 2 ആളുകളെ ഞാൻ ചുമതലപ്പെടുത്തിയിരുന്നു. നിന്റെ ഇടത്തും വലത്തും 2 പേരെ ചുമതലപ്പെടുത്തിയിരുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് പോകാൻ തരുന്നില്ല. ഏറ്റവും ദൂരെ പോകേണ്ടത് ഞാനാണ്. ഏറ്റവും ദൂരെ പോകാനുള്ളത് ഞാനാണ്. അല്ലാഹുവേ, 2 നിരീക്ഷകരെ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ആ നിരീക്ഷകരെ ഇപ്പൊ തെരഞ്ഞെടുപ്പിന് നിരീക്ഷകരുണ്ട്. അതിപ്പോ ആരെങ്കിലും ജയിക്കട്ടെ, നമുക്കില്ല മതപരാഭിമതം ഏതായാലും ആവട്ടെ. നിരീക്ഷകരുണ്ട്. എവിടെ? ഏതാ നിരീക്ഷകർ? പറമനുഷ്യന്മാരെ, لقد كنت في غفلة من هذا فكشف ولقد خلقنا الإنسان إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد. നിന്റെ ഇടത്തും വലത്തും ഖഈദും രക്തപ്പതിട്ട് നേടിയ ചെറുപ്പക്കാരികളെ ശ്രദ്ധിച്ച് കേൾക്കണേ. ആ മലക്കുകളെ കുറിച്ച് പറയുന്നത് തോളിലിരിക്കുന്നു എന്നല്ല. ഈ 2 മലക്കുകളും തോളിൽ
ഇരിക്കാന്ന് പണ്ടുവരെ പറഞ്ഞു പഠിച്ചുപോയി നമ്മൾ. അല്ല, അള്ളാഹു പറയുന്നു ഇരിക്കുകയല്ല. ഇരിക്കുന്നവൻ ചിലപ്പോ എഴുന്നേക്കാൻ സാധ്യതയുണ്ട്. കയ്യിൽ ഇവരെ ലക്ഷപ്പതിപ്പ് നേടിയവരാണ് എന്ന് പറഞ്ഞാൽ സിനിമാ കോട്ടയിൽ പോയിട്ട് 2 മണിക്കൂർ ഇവര് വെളിയിലിരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇളക്കി മാറ്റാൻ കഴിയാത്ത രീതിയിൽ കള്ള് കുടിക്കുന്ന സമയത്ത് റക്കീബും അത്തീദും പുറത്തു നിൽക്കട്ടെ എന്ന് കരുതിയാൽ കയ്യിലും ലക്ഷപ്പതിപ്പ് നേടിയ ഇളക്കി മാറ്റാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹു ഉറപ്പിച്ചു വെച്ച 2 മലക്കുകളുണ്ട്. കൂടുന്നു കോടാ ഇടം വലം 2, ഓരോരോ സാറ്റ് മാറ്റങ്ങളുണ്ട്. 2 മലക്കുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെ ഒരു സമയത്തും ഇളക്കി മാറ്റാൻ കഴിയില്ല. ഏത് സമയത്തും അവര് നിന്റെ കൂടെ ഉണ്ടാകും. 2 സമയങ്ങളിൽ ഒഴിച്ച് 2 സ്ഥലങ്ങളിൽ റഖീബും അത്തീദും നിന്റെ കൂടെ ഉണ്ടാവില്ലെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. 2 സമയത്ത് റക്കീബത്തും കൂടെ ഉണ്ടാവില്ല. എപ്പോഴൊക്കെ എല്ലാരും എഴുന്നേറ്റ് ആ സമയം ഒന്ന് അറിഞ്ഞ അപ്പൊ അവളെ വിളിക്കാം. 2 സമയത്ത് റക്കീബും അത്തീദും ഉണ്ടാവില്ല. ഇൻദൽ ഖലാഈബ ഇൻദൽ ജിമാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇൻദൽ ഖലാഈ ബാത്റൂമിൽ പോകുമ്പോ ആ സമയത്ത് മനുഷ്യന്റെ ഔറത്ത് വെളിവാകും. ഔറത്ത് കാണാൻ മലക്കുകൾക്ക് ലജ്ജയാണ്. പക്ഷേ തൊട്ടടുത്ത് താമസിക്കുന്നവന്റെ കുളിമുറിയിൽ ക്യാമറ വെച്ചിട്ട് വീട്ടിലിരുന്ന് കണ്ട നാണമില്ലാത്തവൻ മനുഷ്യനാണ്. മലക്കുകൾക്ക് ലജ്ജയാണ്. ഷോപ്പിംഗ് മാളില് പെണ്ണിന്റെ ബാത്റൂമില് CCTV വെച്ചിട്ട് മാനേജരുടെ ക്യാബിനിൽ നിന്ന് കണ്ട് നാണം കെട്ട മനുഷ്യനാണ്. ഖലായില് ചെല്ലുമ്പോ മനുഷ്യന്റെ ഔറത്ത് വെളിവാകുന്നത് കൊണ്ട് അത് കാണാൻ മലക്കുകൾ ഉണ്ടാവില്ല. 2 വഇൻദൽ ജിമാ. സ്ത്രീ പുരുഷ ബന്ധം നടക്കുമ്പോ, കുടുംബ സ്ത്രീ പുരുഷ ബന്ധം നടക്കുമ്പോ അപ്പോഴും മലക്കുകൾ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ കയറിയിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്താൽ അറിയില്ലെന്നല്ല, അവര് വെളിയിൽ നിന്നാലും അവർക്കത് ട്രാൻസ്പെറന്റ് ആണ്. അവരടുത്തുണ്ടാവില്ല, പക്ഷെ വെളിയിലിരുന്ന് അവർക്കറിയാൻ ഒക്കെ നടക്കുന്നത് കാരണം ട്രാൻസ്പെറന്റ്. രക്ഷപ്പെടാൻ പഴുതൊന്നും ഇല്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരിടത്തൊന്നും തീരൂല. മണി 12 അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് മായൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും രേഖപ്പെടുത്താതെ ഒരു വാക്ക് പോലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല മനുഷ്യന്മാരെ. അതുകൊണ്ട് ഈ സദസ്സിന്റെ അവസാന ഭാഗം ഇന്ന് ഈ സദസ്സിൽ വന്നിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൈവെള്ളയിൽ കൊണ്ടുപോകാൻ ഒരു സമ്മാനം പറഞ്ഞു തരികയാണ്. നാവ് കൊണ്ട് പറയുന്നതല്ല, ഏറ്റവും നല്ല വർത്തമാനമാക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നാക്കുകൊണ്ട് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല വർത്താനാക്കണം. നല്ല വർത്താനം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുവോ? ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവക്ക്. ഇൻഷാ അല്ലാഹ് പറ. നല്ലൊരു വർത്താനം ഇപ്പൊ പോകാൻ നേരത്തെ ഒരു സമ്മാനം പറഞ്ഞുതരാം. താത്തയുടെയും പടച്ചവരെ കൈയുള്ളവരൊക്കെ പോകാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമ്മൾ റഖീബ് വത്തീദ് നമ്മൾ നിരീക്ഷിക്കുകയാണ്. നമ്മൾ നല്ലതേ ഏറ്റവും നല്ല വാക്കേതാ? ഏറ്റവും നല്ല വാക്കേതാ? വഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും നല്ല വാക്ക് അല്ലാഹുവിന്റെ കലാമാണ്, ഖുർആനാണ്, ദിക്റാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ 1-2 കാര്യം പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പകർത്തണം. അതിനു മുമ്പ് ഈ ബക്കറ്റുമായി സംഘാടകർ വരും. ഒരു നല്ല സദസ്സ് എല്ലാവരും ഇൻഷാ അല്ലാഹ് നൽകി. ഏറെ ദൂരം പോകേണ്ട എനിക്കാണ്, സമയമായി എന്ന് എനിക്കറിയാം. ഞാൻ 1 മണിക്കൂർ പ്രസംഗിക്കാൻ വന്നതാണ്. പക്ഷെ ഇപ്പൊ വന്നിപ്പോ മണിക്കൂറുണ്ട്. എല്ലാവരും വന്ന് കാര്യമായിട്ട് അതിനേക്കൊന്ന് സദഖയിട്ട് കൊടുക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇനി പറയാൻ പോണ കാര്യം, ഞാൻ ആകെ കാസർഗോഡ് വാതിന് വരുന്ന ആണ്ടിലൊരിക്കലും ഞാൻ വരാറില്ല ഇങ്ങോട്ട്. ദേഷ്യം ഉണ്ടായിട്ടല്ല, ദൂരെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് മാത്രം. അപ്പൊ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരിക്കൽ കൂടി കാണുമ്പോ വാക്കവിയുടെ വക കെട്ടാൻ പോയിട്ട് എന്തുണ്ടായി ഗംഭീരം കഥയില്ല. അത് വിതറപ്പെട്ട ധൂളികൾ പോലെ അവസാനിക്കും. ധാരാളം മാലിന്യങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, എല്ലാവർക്കും ജീവിതത്തിൽ ഉപയോഗപ്രദമായ ഒരു കാര്യം. വഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും നല്ല വാക്ക് അല്ലാഹുവിന്റെ കലാമാണ്. ആ കലാം നമ്മുടെ ജീവിതത്തിൽ നിത്യമായി പാരായണം ചെയ്യും.
ഇൻഷാല്ലാ ചെയ്യൂലേ? ഉറക്കപ്പറ ഇൻഷാല്ലാ ചെയ്യൂലേ? അള്ളാഹുവിന്റെ കലാം ലോകത്തിലെ ഏറ്റവും നല്ല അത്ഭുതകരമായ ഗ്രന്ഥമാണ്. ഞാൻ വളരെ ചെറുത് നിങ്ങൾക്ക് ഇന്ന് മുതൽ ചെയ്യാൻ വളരെ ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. അള്ളാഹു സ്വീകരിക്കും. എല്ലാവരും ഇങ്ങോട്ട് നോക്കി. 10 മിനിറ്റ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും നല്ല വാക്ക് ഞാൻ ഇന്നലെ ചെറുക്കളയിൽ സൂറത്ത് തക്കാത്തുറാണ് പറഞ്ഞു. എന്റെ എല്ലാം പറഞ്ഞു. ഇതുവരെ ഇല്ലാത്ത പതിവ് ഇന്നത്തേക്ക് മാത്രം. എന്റെ ഒരു വലിയ സങ്കടം എന്താ അറിയോ? എല്ലാരും എന്റെ ഒരു പിരിവുകാരനായിട്ടാണ് കാണുക. പണ്ടൊക്കെ എല്ലാരും എല്ലാം പണ്ഡിതനാണ്, ഇപ്പൊ എല്ലാരും ഫണ്ടിതെന്നാണ്. ഫണ്ട് ഉണ്ടാക്കണം. പെണ്ണുങ്ങളുടെ സ്വർണം മേടിക്കാനും എല്ലാ വാദകാരും വാദം പറഞ്ഞിട്ട് പോകും. ഞാൻ മാത്രം പിരിക്കാൻ. ഞാൻ ഇപ്പോ നന്ദിയിൽ വാദം പറഞ്ഞു. ദാർസലാം ഒരു പെണ്ണൊരു വളവ് എടുത്തു. അവിടത്തെ വളയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വളമാര്. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ വള സൈക്കിളിന്റെ കമ്പി വാരി. അത് ഓട്ടോറിക്ഷയുടെ ഒരു ടയറിന് വലിപ്പം. രണ്ടാമത് കാത്തിയപ്പോ രണ്ടാമത്തെ വളയും, മൂന്നാമത് കാത്തിയപ്പോ മൂന്നാമത്തെ വളയും, നാലാമത് സ്ഥലത്തിയപ്പോ 4 വളയും. എല്ലാം കൂടെ 10 പവൻ. ഞാൻ കോഴിക്കോട് അസ്മ ഹോട്ടലിൽ താമസിക്കുന്ന ദിവസം 11 മണിക്ക് റിസപ്ഷനിൽ നിന്ന് വിളിച്ചൊരു ഗസ്റ്റിന്റെ കാണും. ഞാൻ പിന്നെ വിടണ്ട, ഉറക്കം. അയാൾ വാശി പിടിക്കാൻ കാണും. അതായത് അയാൾ വന്നു, വാതിൽ മുട്ടി. ഞാൻ തുറന്നു. ഒരു അജാനുബാഹുവായ മനുഷ്യൻ. ഞാൻ ഇന്നലെ 5 വളം ഊരിയ ഭാര്യയുടെ ഭർത്താവാ ഞാൻ കാണാൻ വേണം. ഞാൻ എന്റെ റൂഹ് ഈ പെരുവരുമേന്ന് നെപ്പോട്ട് പോയി. പടച്ചോനെ ഇയാൾ വരവ് എന്ത് വിചാരിച്ചിട്ടാന്ന് അറിയാൻ പറ്റൂലല്ലോ. പിന്നെ എന്നെ കൊണ്ട് പഠിയുന്ന എന്താ ഹിക്മത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, നിങ്ങൾ എന്ത് ഭാഗ്യവാനാണ്. ഇത്രയും നല്ലൊരു ഭാര്യ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ആ ഭാര്യ എനിക്ക് എഴുതി തന്നത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്. പിന്നെ വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് പോകണ്ടേ? ലൗല തഅ്വീലുല ഹലക്കൽ ഉലമ. അപ്പോ ഏതായാലും ഞാൻ അതൊക്കെ പറഞ്ഞോണ്ട് പറയണോണ്ട് അതൊക്കെ ശരി തന്നെ. പക്ഷെ എന്റെ ഉമ്മ ഒരു 2 വർഷം മുമ്പ് രോഗം ബാധിച്ചിട്ട് ഐസിയുവിൽ കിടക്കുക. ഡോക്ടർ പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്യണം, 2 ലക്ഷം രൂപ കെട്ടിവെക്കണം. അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് ഞാൻ വളയും കൂടെ ഊരുത്താൻ ഞാനതുകൊണ്ട് വിറ്റിട്ട് എന്റെ ഉമ്മാക്ക് ഓപ്പറേഷന് കാശ് അവള് തന്നില്ല. എന്റെ ഉമ്മ മരിക്കാൻ നേരത്തെ ഐസിയുവിൽ കിടന്നപ്പോ തരാത്ത വള നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് 5 എണ്ണം ഊരിയെടുത്തെങ്കിൽ അത് ഏത് സലാത്ത് ചൊല്ലിയിട്ടാണെന്ന് എന്നോടൊന്ന് പറയും. ആ സലാത്ത് പഠിക്കാൻ വേണ്ടി വന്നതാണ്. യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. നല്ലൊരു മനുഷ്യന്, വലിയ രസികനാണ്. ഞാനും അദ്ദേഹം തമ്മിലിപ്പോ നല്ല ബന്ധമുണ്ട്. അപ്പൊ ഞാനീ പറഞ്ഞത്, ഒരാൾക്ക് ഞാൻ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ഉള്ളതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? അതല്ല ഈ ദുനിയാവാണ് വലുതെന്ന് കരുതിയാൽ അവൻ ഒന്ന് ചെയ്യും. ജീവിതത്തിൽ നന്മ ചെയ്യാൻ നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഖുർആനിനെ പരമാവധി ജീവിതത്തിൽ പാരായണം ചെയ്യുക. പ്രത്യേകതന്റെ ചെറുപ്പക്കാരോട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തൊരു ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇരിക്കുന്നു. ആ സമയത്താണ് മഹാനായ അബൂദർ റളിയല്ലാഹു തആല നഗരേന്ന് കടന്നു വരുന്നത്. അബൂദർ റളിയല്ലാഹു തആല വരുന്നത് അല്ലാഹുവിന്റെ റസൂൽ കണ്ടിട്ടില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂട്ടുകാരനായ അബൂദർ വരുന്നുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, നബിയേ, അബൂദറിനെ നിങ്ങൾക്ക് നേരത്തെ പരിചയമില്ലല്ലോ, പിന്നെങ്ങനെയാണ് വരുന്നത്? അബൂദറാണെന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാ? ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി അമ്പരപ്പിക്കുന്ന മറുപടിയാണ്. ഈ മക്കയിലെ ജനങ്ങൾക്കിടയിൽ അബൂദറിനെ അറിയുന്നതിനേക്കാളേറെ അല്ലാഹുവിന്റെ ആകാശത്തെ മലക്കുകളുടെ ലോകത്ത് അബൂദറിനെ ചർച്ച ചെയ്യാറുണ്ട് നബിയേ. മലക്കുകളുടെ ലോകത്ത് എല്ലാ ദിവസവും അബൂദർ റളിയല്ലാഹു തആലാവിന്റെ പേര് ചർച്ച ചെയ്യാറുണ്ട്. അബൂദർ മലക്കുകളുടെ ലോകത്തിലെ സുപരിചിതനാണ്. യാ റസൂലല്ലാഹ്, ഇതൊന്ന് പറയാൻ അബൂദർ റളിയല്ലാഹു തആല വരുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ പേര് പറയുന്നത് അനൗൺസ്മെന്റിലല്ല, ഫ്ലക്സുകളിലല്ല, പോസ്റ്ററുകളിലല്ല. അഹമ്മദ് കബീറിന്റെ പേര് അല്ലാഹുവിന്റെ ലോകത്ത് മലക്കുകളുടെ ലോകത്ത് മലക്കുകൾ ചോദിക്കാ, അഹമ്മദ് കബീർ ആരാന്നറിയോ? അല്ലെങ്കിൽ ഹാരിസ് ബാമാനി ആരെന്നറിയോ? ഓരോരുത്തരുടെ നമ്മുടെ പേരുകളിൽ ലോകത്തിലും മലക്കുകൾ ഇരുന്നിട്ട് ചർച്ച ചെയ്യുകയാ. വൈദ്യശട്ടിലല്ല, രക്തസാക്ഷി മണ്ഡപത്തിലല്ല, റോഡുകളുടെ ഫലകങ്ങളിലല്ല. അല്ലാഹുവിന്റെ
മലക്കുകൾ ഇരുന്നിട്ട് നമ്മുടെ പേര് ചർച്ച ചെയ്യണോ? ഇച്ചിരത്തോടെ ചെറുപ്പക്കാരി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചുവത്രേ, ലിമൻ ആല ഹാദിഹിൽ ഫളീല. അബൂദർ റളിയല്ലാഹു അൻഹുവിന് ഇത്രയും വലിയ പ്രതിഫലം കിട്ടാനുള്ള കാരണമേടാ? ആ ഒരു കാരണമാണ് ഇന്നത്തെ ഉറൂസിന്റെ വാതിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ വകാന യുക്ഫിറു ഖുറാത സൂറത്തുൽ ഇഖ്ലാസ്. അദ്ദേഹം പതിവായി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ആളാ. ഞാൻ പറയുന്നത് സൂറത്തുൽ ബഖറയുടെ പ്രതിഫലമല്ല, സൂറത്തുൽ മാഇദയുടെ പ്രതിഫലമല്ല. ദിവസത്തിന് പരമാവധി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമത്രേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏറ്റവും ചെറിയൊരു സൂറത്ത് പെങ്ങളെ ശരി വീട്ടിൽ വൃത്തിയാക്കുമ്പോ, അടുക്കളയിൽ വെള്ളം കോരുമ്പോ, മിക്സിയിൽ അരക്കുമ്പോ, മക്കളൊക്കെ ഡ്രസ്സിട്ട് കൊടുക്കുമ്പോ, വീടിങ്ങനെ തൂത്തു വൃത്തിയാക്കുമ്പോ, ഉച്ചം തൂത്തു വൃത്തിയാക്കുമ്പോ, ആ സമയത്തൊക്കെ നിന്റെ ചുണ്ടിൽ ചൊല്ലാൻ പറ്റുന്ന 6 അടി മണ്ണിലേക്ക് പോയാൽ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന ഏറ്റവും ചെറിയൊരു സൽക്കർമ്മമാണ്. ഇന്ന് മുതൽ പരമാവധി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണേ. ഖുൽ ഹുവല്ലാഹു അഹദ്. ഇന്ന് മുതൽ തുടങ്ങ് ഉറക്കെ. വാക്കവി പോയാലും വാക്കവി ഓർമ്മിക്കാളുണ്ടാവും. ഇതിന് പിന്നെ എന്ത് കാണുമെന്ന് നമുക്കറിയില്ല. പൂന്താനം പറഞ്ഞതുപോലെ കൂടെയില്ല ജനിക്കുന്ന നേരത്ത് തീർച്ചയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നമ്മൾ ഇനി എന്ന് കാണുമെന്നറിയില്ല. ഇന്ന് മുതൽ കുട്ടികളെ ഏറ്റവും ചെറു സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹു അഹദ് ഈ വാട്സ്ആപ്പും ഫേസ്ബുക്കും ഒക്കെ മാറ്റിയിട്ട് റക്കീബിനും മക്തീദിനും എഴുതാൻ കുറെ നല്ല വർത്താനങ്ങൾ സമ്പാദിക്കും. അതാണ് അല്ലാഹു മനുഷ്യനോട് ചെയ്തൂടെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. ഇനി ഒരു പ്രതിഫലം കൂടെ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ പേര് മലക്കുകൾ എന്നും ഒരു വിടും. അല്ലാഹു സുബ്ഹാനല്ലാഹ്, അല്ലാഹു പ്രതിഫലം തരട്ടെ. രണ്ട് കൂടെ പറഞ്ഞ് നമ്മൾ ദുആ ചെയ്ത അവസാനിപ്പിക്കും. രണ്ടാമത്തെ കൂടെ പറയണോ? ഇതിന് ദുആ ചെയ്താൽ പോരെ? രണ്ടാമത്തെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എല്ലാം കൂടെ 10 മിനിറ്റ് ഉണ്ടോ? ഉറക്കെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് പോവുകയാണ്. സഖ്യകക്ഷികളും മജൂസികളും പേർഷ്യക്കാരും റോമക്കാരും ഒരേപോലെ ഹബീബായ നബി തങ്ങൾക്കെതിരെ പട നയിച്ചപ്പോ സഹാബത്ത് മുഴുവനെ പേടിച്ചരണ്ടു പോയി. കാരണം ആനപ്പടകളുമായിട്ട് യുദ്ധം ചെയ്യുക. യുദ്ധപ്പറമ്പിലേക്ക് മസ്തകം കുലിക്കൊണ്ട് ആനപ്പട വന്നപ്പോ സഹാബത്ത് പേടിച്ചു വിറച്ചുപോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചെന്നിട്ട്, നബിയേ ആനപ്പടയുടെ മുമ്പിൽ ഞങ്ങളെന്ത് ചെയ്യും നബിയേ എന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനായത്. നബിയേ ആനപ്പടയെ കണ്ടിട്ട് പേടിക്കുന്നതെന്തിനാ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് അവതരിപ്പിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. നബിയേ അബ്രഹത്തിന്റെ ആനപ്പട കൈവാലയം തകർക്കാൻ വന്നപ്പോ അബ്രഹത്തിന്റെ ആനപ്പട അബാബിൽ പക്ഷിയുടെ വായിൽ വെച്ച ചെറുകല്ലുകൾ കൊണ്ട് തുരത്തിയോടിച്ചത് ഞാനല്ല നബിയേ. ആനപ്പട ഓടുന്നത് കണ്ടപ്പോ മക്കയിലെ കുട്ടികൾ ആനപ്പടയെ കളിയാക്കിയില്ല നബിയേ. ഐനല്ലാഹു വല്ലിലാഹു താലിബു വല്ലറനമുൽ മഗ്ലൂബു വലൈസൽ ഗാലിബു. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ് 70,000 മലക്കുകൾ ആകാശത്ത് നിന്ന് എന്റെ കൂടെ വന്നിട്ടുണ്ട് നബിയേ. നബി തങ്ങൾക്ക് സമാധാനമായി ജിബ്രീൽ തബൂക്ക് യുദ്ധത്തിന് ഞങ്ങളെ സഹായിക്കാനാണോ? അല്ല യാ റസൂലല്ലാഹ്, എന്റെ കൂടെ 70,000 മലക്കുകൾ ഇറങ്ങി വന്നത് മാറ്റ മുആവിയത്ത് ബിൻ മുആവിയ എന്ന് പറയുന്ന സഹാബിയായ ചെറുപ്പക്കാരൻ മരിച്ചു നബിയേ. ആ മുആവിയത്ത് ബിൻ മുആവിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ 70,000 മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന്
ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് ഇവിടെ നിന്നിട്ട് മുആവിയുടെ മയ്യത്ത് നിസ്കരിക്കണോ? വേണം ജിബ്രീൽ. തബൂക്ക് യുദ്ധത്തിൽ വന്ന മുത്ത് റസൂൽ സഹാബത്തും ഒളുവെടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറക് കൊണ്ട് ഭൂമിയിലൊന്ന് തട്ടി. അതിന്റെ ഇടയിലുണ്ടായിരുന്ന പർവ്വതങ്ങൾ സമതലമായി. അങ്ങകലെ മദീനയിൽ മരിച്ചു കിടക്കുന്ന മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു എന്ന മയ്യത്ത് നേരിൽ കണ്ട് തബൂക്കിൽ വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മയ്യത്ത് നിസ്കരിച്ചു. സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ, ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ വന്ന് മയ്യത്ത് നിസ്കരിക്കാൻ ഭാഗത്ത് മുആവിയ എന്ന ചെറുപ്പക്കാരൻ ചെയ്ത സൽക്കർമ്മമേനാണ്. ഒരിക്കൽ കൂടി ഞാൻ വിലയിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ നബിയേ, വകാന യുക്സറു ഖിറാഅത്ത സൂറത്തുൽ ഇഖ്ലാസ്, അവസാനം വരെ സൂറത്തുൽ ഇഖ്ലാസ് അദ്ദേഹം പാരായണം ചെയ്യുമായിരുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്തിൽ നിന്ന് മുതൽ പതിവാക്കണം. ഇതറിയില്ലെങ്കിൽ പള്ളി ഉസ്താദിന്റെ അടുക്കൽ വന്ന് ഓതാൻ പഠിക്കണം. ഇത് പറയണത് മൊയ്ലിയാർക്ക് കൈമടക്കി കിട്ടാനല്ല. നിങ്ങൾ കരുതണ്ട, പള്ളിക്കല മൊയ്ലിയാർക്കും മുക്രിക്കും കൈമടക്കി കിട്ടാൻ വാക്ക് വെപ്പിച്ച വേലയാന്ന് കരുതണ്ട. പള്ളിക്കല മുക്രിയുടെ കൈമടക്കോർത്തിട്ട് നിങ്ങളാരും ബേജാറാവണ്ട. ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത വ്യക്തി പള്ളിക്കല മുക്രിയാണ്. പക്ഷേ കോടീശ്വരന്മാര് കടം വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത പള്ളിക്കല മുക്രിയെ വരെ കടം വന്നിട്ട് ആത്മഹത്യ ചെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല. പള്ളിക്കല മുക്രിയുടെയും മൊയ്ലിയാരെയും ശമ്പളവും ക്ലോസറ്റിലെ വെള്ളവും ഒരേപോലെയാണ്. അതോത്തിട്ട് ആരും ബേജാറാവണ്ട. പള്ളിയിൽ മദ്രസയിലും മുഅല്ലിമ് പഠിപ്പിക്കുന്ന മുഅല്ലിമ്, മോനെ നിന്നെ വാപ്പാനോടും ഉമ്മാനോട് ചേ എന്ന് പറയരുത് എന്ന് പഠിപ്പിക്കുന്ന മുഅല്ലിമിന്റെ ശമ്പളം 1500 രൂപയാണ്. ഒരു തണുപ്പുള്ള രാത്രിയിൽ എന്റെ പിതാവിനും മാതാവിനും ഒരു തമാശ തോന്നിയപ്പോ അതിലൂടെയാണ് ഞാനുണ്ടായത്. എനിക്കവരോട് കടപ്പാടില്ലെന്ന് പഠിപ്പിച്ച സാഹിത്യകാരൻ എഴുതി വെച്ച പുസ്തകം വായിച്ചു കൊടുക്കുന്നവന് ശമ്പളം 20,000. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നെ കൊണ്ട് പറയുന്നില്ല ഞാൻ. അതുകൊണ്ട് ഇത് പള്ളിക്കലെ മൊയ്ലിയാർക്ക് വേണ്ടി വാത് പറഞ്ഞതല്ല. അതോത്തിട്ട് ആരും ബേജാറാവണ്ട. കാരണം ഇത് അല്ലാഹുവിന്റെ ദീൻ അവസാനം വരെ നിലനിർത്താൻ ഇറങ്ങി തിരിച്ചവരാണ്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, പള്ളിക്കല മുക്രിയുടെ ജീവിതം സന്തോഷമാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഇന്ന് മുതൽ പ്രാവർത്തികമാക്കണം. നമ്മുടെ പേര് അല്ലാഹുവിന്റെ അർശിന്റെ ലോകത്ത് പറയപ്പെടും. മരിച്ചാൽ മരിച്ചിട്ട് നമ്മുടെ വീടിന്റെ മുമ്പിൽ നിവർന്ന് കിടക്കുമ്പോ 70,000 മലക്കുകൾ പുറകിൽ വന്നിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു വറഹ്മഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു എന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ കഴിയുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇനി 40 പതിവുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് എപ്പോഴേലും പറയാം. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ കേട്ടതെല്ലാം അള്ളാഹു ഏറ്റവും നല്ല സൽക്കർമ്മത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉറൂസിൽ പങ്കെടുത്ത ഓരോരുത്തരും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ദുആയിലൂടെ നമുക്ക് ഇവിടെ നിന്ന് പിരിയാൻ. കുറെ പേര് ദുആ ചെയ്യാൻ വേണ്ടി സദഖ നൽകി. കുറെ സഹോദരങ്ങൾ ഈ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. ഒരു സഹോദരൻ ഒരാൾ 25,000 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടുത്തെ അഗതി അനാഥ മന്ദിരത്തിനു വേണ്ടി ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കാര്യമായി സദഖ ചെയ്യുക. ഈ സദസ്സിൽ 25,000, 10,000 മഹാനായ സഹാബി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹളറത്തിൽ വെച്ച് ചെയ്യുന്ന ഈ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരൻ 25,000 മരിച്ച കക്കട മമ്മഞ്ഞാജിയുടെ മക്കൾ 33,333 രൂപ. മരിച്ച ഹുസന കുച്ചുമാണ മക്കൾ അച്ചമ്പളം 5,000 രൂപ. മിസ മുഹമ്മദ്
10,313 അദ്ദേഹത്തിന്റെ മരുമകൻ 10 പാക്കറ്റ് സിമന്റ്, അന്തുപ്പ ഹാജി 5,000 രൂപ. ഇങ്ങനെ ധാരാളം സഹോദരങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി സദസ്സിന് നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയ്ക്ക് മുമ്പ് ഇങ്ങനെ ആളുകൾ പോകുന്ന ഞാൻ കരുതിയില്ല. ഇവിടെ അങ്ങനെ ഒരു പതിവുണ്ടല്ലോ. എല്ലാം കൊള്ളാം, ഇത് മാത്രമേ ഉള്ളൂ. കാരണം വഅളൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാണ് അള്ളാഹ് എന്തെങ്കിലും തരണം. അതോ തന്നെ നീ എനിക്ക് തരണം, എനിക്ക് വേണ്ട, ഞാൻ പോവാ. എല്ലാം നല്ലത്, പക്ഷെ ഈ ഒരു പതിവ് മാത്രം ഉപേക്ഷിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത് അത്ര നല്ല പതിവല്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയിപ്പോ ഇവരോടങ്ങനെ പൈസ ചോദിക്കല്ലാരും അകത്ത് ദുആയ്ക്ക് എല്ലാവരും ഇരിക്കും. ഈ സ്ഥാപനത്തിന് വേണ്ടി 25,000, 10,000, 5,000 എത്രയാണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എല്ലാവരും ആ സദഖകളിൽ പങ്കാളികളാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെയും ഇവിടെ പ്രഭാഷണം ഉണ്ടാകും. നാളെ എന്റെ പ്രഭാഷണം പള്ളങ്കോടാണ്. ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മിണി. ഒളിച്ചോട്ടവും എല്ലാം വ്യാപകമാകുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് ജീവിതം എന്ന് പറയാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവരുടെ സഹധർമ്മിണിയുടെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും ഈ സദസ്സിൽ പരമാവധി സഹായിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു 10,000, 5,000 ഒക്കെ വെച്ച് ആരെങ്കിലും ഈ സദസ്സിൽ എന്ന് പറയാനുള്ളൂ? അൽഹംദുലില്ലാഹ്. വല്ലപ്പോഴും ഒക്കെയാണ് കാസർഗോഡ് വരുന്നതിന് 4 ദിവസമായിട്ട് ഇവിടെയുണ്ട്. ആദ്യത്തെ ദിവസം പ്രിയ സുഹൃത്ത് ഉപ്പള ലത്തീഫ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഉപ്പള കുന്നിൽ ഖിദ്മത്തുൽ ഇസ്ലാം സംഘം നടത്തിയ പരിപാടികൾ വൻ വിജയമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവർത്തകർ അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനനായ ലത്തീഫ് സാഹിബ് നിർത്താന്ന് പറഞ്ഞെങ്കിലും പ്രത്യേകം ദുആ ചെയ്യാമെന്ന് അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഖ്യത്തിലെല്ലാം അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവർത്തകർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വരുന്ന ദറസുകൾ, ആ ദറസുകൾ അവസാനം വരെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. കാരണം ദറസുകൾ നമ്മുടെ ജീവിതത്തിന്റെ ആധാരശിലകളാണ്. എല്ലാവരും അല്ലാഹു മുത്തഅല്ലിമീങ്ങൾക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനരായ ഖത്തീബ് അവറുകൾ അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപാലന സമിതി അംഗങ്ങൾ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ഉറൂസ് ഇതിന്റെ അവസാനം വരെ, ഇപ്പൊ ഇന്ന് നിങ്ങൾ പോയാലും നാളെ വരുമ്പോൾ ഈ അഗതിഅനാഥ മന്ദിരത്തിന് 10,000, 25,000 എത്രയാണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുക അതെല്ലാവരും ഇൻഷാ അല്ലാഹ് ചെയ്യും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الرحيم يا الله പരമദയാലുവായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അറിഞ്ഞമറിയാതെ രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ ചെയ്ത പാപികളാണ് തമ്പുരാനെ. എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി അല്ലാഹുവേ ഞങ്ങളുടെ ഖബർ ജീവിതം നീ എളുപ്പമാക്കി തരണേ അല്ലാഹുവേ. പടച്ചവനെ, മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും മരണം വരെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കടബാധ്യതയിൽപ്പെട്ട് ഉടരുന്നവരെ കടബാധ്യത നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവസാനം വരെ നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സാരിഹാത്തുകളിൽ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ ഹാഫിദീങ്ങളും ആലിമീങ്ങളുമാക്കണേ തമ്പുരാനെ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ എല്ലാവിധ ദുസ്വഭാവത്തിൽ നിന്ന് മോശമായ അവസ്ഥയിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. നീ കാക്കണേ അല്ലാഹുവേ. പടച്ചവനെ ജീവിതാവസാനം വരെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് നീ ഇസ്സത്തോടെയുള്ള ജീവിതം നൽകണേ അല്ലാഹ്. പടച്ചവനെ അപകട മരണങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഈ സദസ്സിന് വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്ത ഇവിടുത്തെ ഭാരവാഹികൾ, ഇതിന്റെ വോളണ്ടിയേഴ്സായ ചെറുപ്പക്കാർ, ലൈവായി ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവേ ദേശത്തും വിദേശത്തുമുള്ള ധാരാളം ആളുകൾ ഇത് ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ എല്ലാവിധ ഖൈർ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ ചൈനയിൽ പഠിക്കാൻ പോയ ഒരു മകന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ആ വിദ്യാഭ്യാസത്തിലും ജീവിതത്തിലും നീ പുരോഗതി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ പുരോഗതി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ എന്തൊക്കെ നീ ഞങ്ങൾക്ക് തന്നാലും ഒരു നാൾ ഞങ്ങൾ വിട പറയും അല്ലാഹ്. ഞങ്ങൾ ചെയ്ത സർവ്വ സൽക്കർമ്മങ്ങളും ആ വിട പറയുന്ന നേരം ഞങ്ങൾക്ക് റാഹത്താക്കി തരണേ അല്ലാഹുവേ. ഇവിടെ നടക്കുന്ന ദർസിനെ നീ അവസാനം വരെ നിലനിർത്തണേ അല്ലാഹ്. മുഅല്ലിമീങ്ങൾക്ക് നീ നാഫിആയ ഇൽമു നൽകണേ അല്ലാഹ്. അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹുവേ. സേവനമനുഷ്ഠിക്കുന്ന മുദരിസ് ഉസ്താദ്, ഖതീബ് ഉസ്താദ് റബ്ബേ, അവരെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ അവസാനം ഇവിടെ നിന്ന് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വിട പറയിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ ഇവിടെ എത്തിയ സഹോദരിമാരവരെ ഭർത്താക്കന്മാരെ സ്നേഹമുള്ളവരാക്കി, അവരുടെ മക്കളെ നന്മയുള്ളവരാക്കി, വിവാഹപ്രായമെത്തിയ പെൺമക്കൾക്ക് നീ അനുയോജ്യരായ വരന്മാരെ നൽകണേ റബ്ബേ. ഞങ്ങളെ എല്ലാവരെയും ഹൃദയത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നാളെ പരലോകത്തെഴുന്നേറ്റ് നിൽക്കുമ്പോ അർശിന്റെ തണല് നൽകണേ തമ്പുരാനെ. കിതാബ് വലത് കയ്യിൽ നൽകണേ അല്ലാഹ്. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കുമ്പോ സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാഹ്. നിന്റെ സ്വർഗത്തിന് വെച്ച് ഈമാനൊന്നും ഞങ്ങൾക്കില്ല റബ്ബേ. നിന്റെ ഔദാര്യങ്ങളുടെ സ്വർഗം നൽകണേ അല്ലാഹ്. ധാരാളം ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട്. അവർക്ക് ഒരു നല്ല ജോലി, നല്ല ഭാവിയും കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഗൾഫുകാരായ സഹോദരങ്ങൾ വലിയ പ്രശ്നത്തിലും പ്രയാസങ്ങളിലുമാണ്. പടച്ചവനെ ഞങ്ങളുടെ പ്രവാസികളെ കാത്തോളണേ അല്ലാഹ്. അവരെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ അവസാനം മരിക്കുന്ന നേരം അല്ലാഹുവേ സ്വർഗം കണ്ട് അവസാന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നിന്റെ ദീനിന്റെ ദൈവത്തുമായി കടന്നു വന്ന മഹാനായ റാഫി ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ സുഹബത്ത് കിട്ടിയ മഹാപുരുഷന്റെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ കറാമത്തുകൾ കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. എന്റെ കൂടെ നടക്കുന്ന എന്റെ 3 പ്രിയപ്പെട്ട ഡ്രൈവർമാർ അബൂ മനസ്സും മനസ്സിലും, അനസിന്റെയും മനസ്സിലിന്റെയും ഉപ്പമാർക്ക് വലിയ രോഗമാണ്. ഈ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ആ രോഗം നീ പൂർണ്ണ ശിഫയാക്കണേ അല്ലാഹ്. പൂർണ്ണ ശിഫയാക്കണേ അല്ലാഹ്. അവരെ മൂവരുടെയും ജീവിതത്തിൽ നീ സാരികത്തുകളായ ഇണകളെ നൽകണേ റബ്ബേ. പടച്ചവനെ ഈ കാസർഗോഡ് എത്തുമ്പോ സ്നേഹത്തോടെ കൂടെ നൽകിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സലീം സാഹിബും അഷ്റഫ് സാഹിബും റബ്ബേ, അവരുടെ ജീവിതത്തിലും നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ജീവിക്കാൻ വേണ്ടി പലവിധ ബുദ്ധിമുട്ടുകളുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്. നിന്റെ കാവൽ നൽകണേ റബ്ബേ. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പ്രിയ സഹോദരൻ ലത്തീഫ് സാഹിബിന് എത്താമെന്ന് പറഞ്ഞതാണ്. എത്താൻ കഴിഞ്ഞില്ല. ദുആയിലും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യം നൽകണേ അല്ലാഹ്.
മക്കളിലും കുടുംബത്തിലും നീ എല്ലാവിധ കാവലും നൽകണേ തമ്പുരാനെ. ഈ വിനീതന്റെ പ്രഭാഷണങ്ങളെ സംഘടിപ്പിച്ച സംഘാടകർ അവരെയും നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ദുആകളെ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ വിനീതന്റെ ഹിഫ്ള് സ്ഥാപനത്തിലേക്ക് ഷാർജയിലുള്ള മുആദ് എന്ന സഹോദരൻ 6666 നേർച്ചയാക്കി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മകളുടെ കല്യാണം നീ ഖൈറായി നടത്തണേ അല്ലാഹ്. എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ ദുആകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا ارحم اباءنا وامهاتنا كما ربونا صغارا. امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين. وصل على النبي المصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله.